ഒരു മുഖ്യമന്ത്രി അങ്ങനെ ആയിരിക്കരുത്, ഒരു ജനപ്രതിനിധി അങ്ങനെ ആയിരിക്കരുത്. അവർ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവരായിരിക്കണം. അവർക്ക് എന്താ സ്വതന്ത്രമായിട്ട് എല്ലാ മനുഷ്യരുടെ ഇടയിൽ പോകാൻ പറ്റാത്തത്? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അതിനെന്താണ് തടസ്സം? അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും അധികം സെക്യൂരിറ്റി, ഇത്രയും അധികം അകമ്പടി വാഹനങ്ങൾ, ഇത്രയ്ക്കധികം ആളുകൾ ഭയത്തോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രമേശിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി കുറേ നാളായി കാണണം, സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ തിരക്കായപ്പോഴത്തേക്കും നമുക്കും ഭയങ്കര തിരക്കാണ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാലേഷൻ, ഇവിടെ സ്ഥാനാർത്ഥി വീണ്ടും വന്നു ജനങ്ങൾക്കിടയിലേക്ക്. കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ ഒരു MLA ആകുന്നതിന് മുന്നേ ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു MLA എന്ന നിലയിലേക്ക് വികസനവും കൂടെ പറഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രചരണം? നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. ആളുകൾക്ക് നല്ല സ്വീകാര്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചതിലും ഈ ഇലക്ഷനിൽ മത്സരിച്ചതിലും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നു. ജനങ്ങളിലേക്ക് വലിയ ആക്സസ് ഉണ്ടാക്കാൻ സാധിച്ചു നമുക്ക്. കാരണം എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു അപരിചിതത്വം ഇല്ല, എല്ലാവർക്കും അറിയാം. പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വന്തം ആളുകൾ എന്ന നിലയ്ക്ക് തന്നെ അവരെ അപ്രോച്ച് ചെയ്യുന്നതിന് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെയാണ് വടകരയിലെ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും എനിക്കുണ്ടാവുന്നൊരനുഭവം. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവമാണിത്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. വേണമെങ്കിൽ ചെല്ലാം. ചിഹ്നം മാറിയല്ലേ ഇതിനിടയ്ക്ക്? അതിനിടയ്ക്ക് ചിഹ്നം മാറിയത്, പക്ഷേ അതും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആളുകൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവരത് പിന്നെ ചോദിക്കുകയാണ്, ചിഹ്നം മാറിയില്ലേ നിങ്ങളുടെ ചിഹ്നം? അയ്യോ, അതൊന്ന് പല സ്ഥലത്തും പോസ്റ്റർ കാണുമ്പോൾ മാറ്റിയിട്ടില്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചു പറയാണ്, ഇന്ന സ്ഥലത്ത് ഈ പോസ്റ്റർ ഉണ്ടേ, അവിടെ നിങ്ങളൊന്ന് ചിഹ്നം മാറ്റി ഒട്ടിക്കണേ എന്ന് പറഞ്ഞ് അത്രയ്ക്കും വിജിലൻ്റ് ആയിട്ട് നമ്മുടെ ജനങ്ങൾ നിൽക്കുകയാണ്, പൊതുസമൂഹം. അപ്പോൾ അവരത്രമാത്രം ഇതിൽ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്നു. ചേച്ചി, ഇപ്പം നമ്മൾ ആദ്യ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നത് TPയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കൊലയാളികൾ അല്ലെങ്കിൽ ആ പ്രതികളെ ഈ സർക്കാർ സംരക്ഷിക്കുകയും നിരന്തരം അതിനുവേണ്ടി ചേച്ചി അവർക്കെതിരെ, അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടിയില്ല, നീതിയാണ് അൾട്ടിമേറ്റ്, ഇതിനൊരു നീതി എന്നാണ് പറയുന്നത്, ആ നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട്, അതായത് ഇപ്പോൾ ഒരു MLA ആയി 5 വർഷവും കഴിഞ്ഞു. നേരെ മറിച്ച് മുന്നേ TPയുടെ ഒരു സഹധർമ്മിണി അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ സ്ഥാപകന്റെ ഭാര്യ എന്നതിലുപരി ഇപ്പം നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പവറും ഉണ്ട്. പക്ഷേ ഈ പവർ ഒന്നും ഉപയോഗിച്ചിട്ടും ഈ നീതി കിട്ടിയില്ല എന്നുള്ളത് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ നീതി എങ്ങനെയായിരിക്കാം അവിടെ ചെയ്യപ്പെടുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ നീതി തന്നെ ആയിരിക്കുമോ വീണ്ടും ഈ ഇലക്ഷനിൽ മുഖ്യ കേന്ദ്രമായിട്ട് നിങ്ങൾ വെക്കുക? അതിൽ TPയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കേസിനെയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ധാരാളം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നീതി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നീതി കിട്ടി എന്ന് പറയാൻ കഴിയും ഈ കേസിൽ. കാരണം ഇതിൻ്റെ കൊലയാളികളെ ശിക്ഷിച്ചു, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അത് ഹൈക്കോടതിയിലെത്തിയപ്പം അവർക്ക് ആ ശിക്ഷ ഇരട്ടിപ്പിക്കാൻ സാധിച്ചു. പിന്നെ അവർ വീണ്ടും കഠിന തടവിനേക്ക് ശിക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈ കേസിനെ സംബന്ധിച്ച് നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി അനുഭാവപൂർവമായ ഒരു കാര്യം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലപ്പുറത്തേക്കുള്ളൊരു പ്രശ്നം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണ്. ഈ വിഷയത്തിലെ നീതികേട് നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അതിലാണ് TP കേസിലെ പ്രതികൾക്ക് അവർക്ക് അർഹിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള പരിഗണനകളും ആനുകൂല്യങ്ങളും അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ ജയിൽ കുറ്റവാളികൾക്ക് ശിക്ഷിക്കപ്പെട്ട് വരുന്ന പ്രതികളിൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടിയിൽ പരിഗണന, അവർക്കൊരു ഓമനത്വത്തോടു കൂടി അവരെ പരിഗണിക്കാനും അവരെ എല്ലാവിധത്തിലും സംരക്ഷിക്കാനും ഒരു ഭരണകൂടം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ 10 വർഷവും കണ്ടത്. അവർക്ക് വാരിക്കോരി കൊടുത്ത പരോളുകൾ ലോകത്തൊരു പ്രതിക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല, പ്രതികൾക്കും. പക്ഷേ TP കേസിലെ പ്രതികൾക്ക് അത് ലഭ്യമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നീതികേട്. നമുക്ക് ഏതൊരു മനുഷ്യനും മനുഷ്യാവകാശമുണ്ട്, അത് ജയിൽ പുള്ളികൾക്കുമുണ്ട്, അവർക്ക് ലഭിക്കണം, നമുക്കതിനൊന്നും തടസ്സമില്ല. പക്ഷേ അതിലപ്പുറത്തേക്കുള്ള അർഹതയും പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ അത് മറ്റു പലതും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്, പലതും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചതാണ് ഏറ്റവും വലിയ നീതികേടായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അത്
എത്രമാത്രം നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്തു, പല തവണകൾ ചർച്ച ചെയ്തു, വാരിക്കോരി പരോട് കൊടുക്കുക. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം ഇരിക്കുന്നത്. അത് തന്നെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഒരു MLA എന്ന നിലയിൽ പോലും താങ്കൾക്ക് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് എന്താ പറയുക, ഒരു സ്ത്രീ, ആദ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഭാര്യയുടെ കടമ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തു എന്നുള്ള കടമ എന്ന നിലയിൽ നമ്മൾ നിരന്തരം ഈ കേരള സമൂഹം മൊത്തം കൂടെ നിൽക്കുകയും പിന്നീട് ഇങ്ങോട്ട് MLA ആയിട്ട് പോലും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ നമ്മളെ വെറും ഒരു എന്താ പറയുക, വളരെ നിസ്സാരമായിട്ട് ഇതൊന്നും കേൾക്കാത്ത മട്ടിലാണ് ഈ സർക്കാർ പെരുമാറിയതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ നീതി എങ്ങനെയായിരിക്കാം നമുക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ പലയിടത്തും, അത് ഇവിടെ മാത്രമല്ല, പല കേസിലും കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം. അവർക്ക് ഇത്തരം നീതികളൊന്നും ലഭ്യമാകുന്നില്ല എന്ന് വെച്ചാൽ അധികാരം ഉണ്ടാവുകയും നമുക്ക് എല്ലാ തരത്തിലും സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെ അവസ്ഥയെങ്കിൽ വളരെ വളരെ പരിതാപകരമാണ് അതിൻ്റെ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ സ്ഥിതി എന്നുള്ളത്. അതുകൊണ്ട് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതെ, അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ 2026 ഇലക്ഷൻ എന്നുള്ളത് ഒരു പ്രസക്തിയുണ്ട്. തുടർച്ചയായി 10 വർഷം ഭരിക്കുക, ആ ഭരണത്തിന് ഒരുപാട് ഭരണവിരുദ്ധ കാര്യങ്ങൾ ഉണ്ടാവുകയും വികസനം എന്നത് ഒരു തരത്തിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത തരത്തിൽ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ PR വർക്കിൽ ഏറ്റവും കൂടുതൽ വികസനം ഞങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ അങ്ങനെയുള്ള സമയത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുമോ? ഇവിടത്തെ ആണെങ്കിലും ശരി, മൊത്തത്തിൽ കേരളത്തിലെ? എന്ത് സംശയം, വലിയ ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്കതിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇലക്ഷൻ പ്രചരണവുമായിട്ട് താഴെത്തട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ താഴെത്തട്ടിലെ മനുഷ്യർ മടുത്തു എന്ന് പറയാത്ത ഒരു കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒന്ന്, ഏറ്റവും പ്രധാനം, നമുക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സകൾ വലിയ പ്രശ്നമാണ്. ആശുപത്രി, നിങ്ങൾക്ക് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ഒരു പനി വന്നിട്ട് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ പോലും അവർക്ക് വലിയ തുക ആശുപത്രി കൊടുക്കേണ്ടി വരികയാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അതിനുള്ള സംവിധാനങ്ങളില്ല. എല്ലാവർക്കും പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുകയും അവർക്കതിൻ്റെ ബില്ല് പോലും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ സൗജന്യ ചികിത്സ എന്നൊക്കെ അടിച്ചു വിടുന്നുണ്ട്, പക്ഷേ എത്ര മനുഷ്യർക്ക് കിട്ടുന്നുണ്ട് സൗജന്യ ചികിത്സ എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ്. താഴെത്തട്ടിലും, കാരണം വെച്ചാൽ ഒന്നുമില്ല ദരിദ്രരായ മനുഷ്യരുടെ ഇടയിൽ അവർക്ക് ഏറ്റവും ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ട്. അവർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ട്. കൂരയിൽ കഴിയുന്ന ധാരാളം മനുഷ്യർ. ഇന്ന് ഞാൻ ഇലക്ഷൻ പ്രചരണവുമായിട്ട് കോളനികളിൽ പോയിരുന്നു. ആ കോളനികളിലൊക്കെ ഒന്ന് പോയി നോക്കണം, വളരെ ദയനീയമാണ് അവസ്ഥ. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താണ് അതിനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ഇവിടെ തന്നെ പട്ടർപറമ്പത്തൊരു കോളനിയുണ്ട്, ഞങ്ങളത് ഏറ്റെടുത്തിട്ട് അവിടുത്തെ ആ കോളനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ചോർന്നൊലിക്കുന്ന ഇരട്ട വീടായിരുന്നു. നേരത്തെ MN ഗോവിന്ദൻ പദ്ധതിയിലുള്ള ഇരട്ട വീടാണ്. ഒരു ഭിത്തി, അതിനപ്പുറത്തും ഇപ്പുറത്തും 2 കുടുംബം താമസിക്കുക. ആ കുടുംബം ചോർന്നൊലിക്കുന്ന വീട്, ഫുൾ ടാർപോളിൻ ഷീറ്റിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് രാത്രിയാൽ കിടന്നുറങ്ങാൻ വേനൽക്കാലത്തൊന്നും ചൂട് സഹിച്ച് കിടക്കാൻ പറ്റില്ല. ഒരു റൂം മാത്രമേ പറ്റൂ. അങ്ങനെ ശോചനീയമായ അവസ്ഥകളിലുള്ള കോളനികൾ എന്ന് പേര് പറയരുത് എന്ന് പേര് മാറ്റി സർക്കാർ. പക്ഷെ പേര് മാറ്റുന്നതിലേക്കും അടിസ്ഥാനപരമായി എവിടേക്ക് മാറ്റങ്ങൾ വരുത്തി കുറേ കാര്യങ്ങൾ കാണിച്ചിരും. പക്ഷേ ഒരുപാട് സംഘങ്ങളെ, കോളനികളെ, വീടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിവിടെ ഇത് ഏറ്റെടുത്തു. ചിറ്റിലപ്പള്ളിയുടെയും മാതൃഭൂമിയുടെയും സഹായത്തിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ, സാധാരണ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ വലിയ ദുരിതത്തിലാണ്, പ്രയാസത്തിലാണ്. അത് മാറ്റാതെ ഈ നാട്ടിൽ ഒരു വികസനവും വന്നു എന്ന് നമുക്ക് അവകാശപ്പെടാനേ സാധിക്കില്ല. മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാതെ അവർക്കൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്നുണ്ടാകുന്നു അന്നേ ഈ നാട് വികസിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി, വൻകിട ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കി, അവിടെ അതൊക്കെ വേണം. അതുമാത്രം നമ്മൾ പ്രത്യേകതയാണ്. ഞാൻ അതൊരിക്കൽ നിയമസഭയിൽ പറഞ്ഞപ്പോൾ, അപ്പോൾ ഇതൊന്നും ഹോസ്പിറ്റലുകളുടെ ഈ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, അത് മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് ഞാൻ നിയമസഭയിൽ ചോദിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉടനെ ചോദിച്ചു, എങ്കിൽ വടകരയിലുള്ള അവിടെ ആശുപത്രിയുടെ ഫണ്ട് നമുക്ക് എടുക്കാം.
എന്നാണ് അടുത്ത മറുപടി വന്നത്. എന്ന് പറഞ്ഞാൽ ഞാനത് അവിടെ മാത്രം ഈ ബിൽഡിങ്ങുകൾക്ക് മാത്രം ഉണ്ടായത് കൊണ്ട് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ആശുപത്രികൾ വലിയ കെട്ടിടങ്ങളുണ്ട്, പക്ഷെ ആ കെട്ടിടങ്ങളിലുള്ള ഡോക്ടർമാർ, അവിടുത്തെ നഴ്സുമാർ, അവിടുത്തെ സബ് സ്റ്റാഫുകൾ, ഇതൊന്നുമില്ലാതെ അവിടുത്തെ മരുന്നുകൾ കിട്ടുന്ന സ്ഥലം, അവിടുത്തെ മറ്റു ഉപകരണങ്ങൾ ഉണ്ടാവുക, ശസ്ത്രക്രിയ ലാബുകൾ സൗകര്യം ഉണ്ടാവുക, ഇതൊന്നും ഗവൺമെന്റ് ആശുപത്രി ഇല്ലാതെ കെട്ടിടങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ട് വികസിക്കില്ല. ഇതാണ് ഈ സർക്കാരിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയും. വികസനം ഉണ്ടായി എന്ന് ഞങ്ങൾ എത്ര ആശുപത്രികൾ എടുത്തു, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ എത്ര ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാക്കി എന്ന് ചോദിക്കും. ആശുപത്രി കെട്ടിടങ്ങളുടെ അതിനകത്തുള്ള ആഭ്യന്തരമായിട്ട് അതിനകത്തുള്ള ഇന്റേണൽ സൗകര്യങ്ങളിൽ എത്ര മാറ്റം ഉണ്ടാക്കി, എത്ര ആളുകൾക്ക് അവിടുത്തെ ചികിത്സ കിട്ടുന്നുണ്ട്, എത്ര അധികം ഡോക്ടർമാരെ നിയമിച്ചു, എത്ര നഴ്സുമാരെ നിയമിച്ചു, അവർക്ക് ഏതെങ്കിലും തരത്തിൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതാണ് ചോദ്യം. അതിനാണ് ഉത്തരം വേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്ക്. അത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല എന്ന് ഇവിടെ ഭരണത്തിന് വിരുദ്ധമായ ഒരു തരംഗമുണ്ട് എന്ന് പറയുന്നത് ഈ ജനങ്ങളൊക്കെ മാറി ചിന്തിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ആശുപത്രിയാണ് വടകര ജില്ലാ ആശുപത്രി എന്നാണ് അത് പറയുക. കഴിഞ്ഞ ഗവൺമെന്റിന് മുന്നേ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് മറ്റോ ആണ് ഇവിടെ അത് അപ്ഗ്രേഡ് ചെയ്തത്, ജില്ലാ ആശുപത്രിയായിട്ട് മാറ്റി. ഇവിടുത്തെ ജനം മുഴുവൻ വിചാരിക്കുന്നു ഇത് ജില്ലാ ആശുപത്രിയാണ് എന്ന്. വടകര ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവിടെ കാത്ത് ലാബ് ഉണ്ടാവണം, അവിടെ ഫോറൻസിക് സർജൻ ഉണ്ടാകണം, അവിടെ എല്ലാ വിഭാഗത്തിനെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാകണം, അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ മുഴുവൻ മാറണം. പക്ഷെ ഇവിടുത്തെ ജില്ലാ ആശുപത്രി ഈ സൗകര്യങ്ങളൊന്നുമില്ല. ഇതൊരു താലൂക്ക് ആശുപത്രി ആയിട്ടാണ് ഇന്നും സർക്കാരിന്റെ കയ്യിലുള്ളത്. കാരണം ആർദ്രം മിഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ആർദ്രം മിഷനിൽ ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയേ ഉള്ളൂ. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ആശുപത്രി ബീച്ച് ആശുപത്രിയാണ്. ഇത് ജില്ലാ ആശുപത്രിയല്ല. നമ്മളത് നിയമസഭയിൽ ഉൾപ്പെടെ ചോദിച്ചു, അതിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തു. പക്ഷെ ജില്ലാ ആശുപത്രി എന്നറിയുന്നത് അപ്പൊ ഇവിടെ 100 കോടിയുടെ ബിൽഡിംഗ് വരുന്നുണ്ട്, അത് സന്തോഷമുള്ള കാര്യം. ബിൽഡിംഗ് വരണം, കിടത്തി ചികിത്സകൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകണം, പേഷ്യൻസിന് വരാൻ സാധിക്കണം, ഒരു സംശയവുമില്ല. അത് വരുന്നതോടൊപ്പം ഈ മാറ്റങ്ങൾ കൂടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അത് മാറിയെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. അവിടെ ആളുകൾ ഈ ഗവൺമെന്റ് ആശുപത്രി പോകുന്ന സാധാരണ മനുഷ്യരാണ്. തീർച്ചയായും ചേച്ചി, ഒരു പൈസയ്ക്ക് വരുമാനമില്ലാത്ത. കാരണം ഡയാലിസിസ് രോഗികൾ ഓരോ ദിവസവും കൂടി വരികയാണ്. ഒരു ഡയാലിസിസ് രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ 3000 രൂപ ഒരാഴ്ച ഒരു ഡയാലിസിസ് വേണം. അങ്ങനെ ഒരാഴ്ചക്ക് 3 എണ്ണം നടക്കണം. എങ്ങനെയാണ് അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല? അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉള്ള വീട്ടിൽ എങ്ങനെയാണ് അവർക്ക് ചികിത്സ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇതിനെന്ത് മാറ്റമുണ്ടാക്കി? ഒരു ഗവൺമെന്റ് പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾക്കാണ്. താഴെ തട്ടുള്ള മനുഷ്യരുടെ ജീവിത നിലവാരത്തിന് മാറ്റം ഉണ്ടായെങ്കിലേ അവിടെ വികസനം എത്തിയെന്നും ആ ഗവൺമെന്റായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതുണ്ടാകണം. അതില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ചേച്ചി, ഈ അടുത്തിടെ ഷിബു ബേബി ജോൺ സാറും പ്രശാന്ത് നായർ IAS കൂടെ നടത്തിയ അഭിമുഖത്തിൽ സെയിം കാര്യം പറഞ്ഞു. അതായത് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് പണിയുന്നതല്ല വികസനം, അതിൽ ഈ പറയുന്ന ഫെസിലിറ്റികളെല്ലാം വരണമെന്ന്. അപ്പൊ ഇത് ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം ബിൽഡിംഗ് കാണാറുണ്ട്, പക്ഷെ ഡോക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും പുറത്തേക്ക് എഴുതുന്ന ഒരു അവസ്ഥയുമുണ്ട്. വികസനം എന്നുള്ളത് ബിൽഡിങ്ങിൽ, അതായത് 4 ചുവരുകൾ മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടത്. ചേച്ചി അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു, ഞങ്ങൾ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്കിൽ ശരി വടകര ആശുപത്രിയുടെ ഫണ്ട് തിരിച്ചു തരൂ എന്നൊരു വാചകം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ചേച്ചിക്കുള്ള ഇപ്പൊ ഈ MLA മാർക്ക്, പ്രതിപക്ഷ MLA മാർക്ക്, ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒരു വിവേചനപരമായ ഫണ്ടിന്റെ കാര്യത്തിൽ വിവേചനപരമായ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ചേച്ചിക്ക് അത് തോന്നിയിട്ടുണ്ടോ? എങ്ങനെ നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വികസനങ്ങൾ നടന്നിട്ടുള്ളത്? ഉറപ്പായും പ്രതിപക്ഷ MLA മാർക്ക് അങ്ങേയറ്റത്തെ അവഗണനയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് എന്റെ കാര്യം പറയാൻ സാധിക്കും. വടകരയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഫണ്ട് തരണ്ടേ? ഫണ്ട് തരാൻ വേണ്ടി നിരവധി അപേക്ഷകൾ, നിരവധിയായ പ്രപ്പോസലുകൾ നമ്മൾ സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ചിരുന്നത് സർക്കാരിന്റെ അടുത്തുണ്ട്. ഇപ്പോഴും നമ്മൾ കൊടുത്ത പ്രപ്പോസലുകൾ ഉണ്ട്. ഇതിനകത്ത് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പം ഈ പറയുന്ന നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല, പക്ഷെ പലരും പറയുന്നു ഇവിടെ വികസനം നടന്നിട്ടില്ല, വടകരയിലെ ഒന്നും നടത്തിയിട്ടില്ല, MLA ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ചേച്ചി തന്നെ പറയുന്നു ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, തെളിവുണ്ട്. പക്ഷെ ഈ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾക്ക് ഈ തെളിവുകൾ ഇവരെ കാണിക്കാൻ
എന്താണ് ഇത്, ഞാൻ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുക? അതിന്റെ എല്ലാ നിവേദനങ്ങളായാലും അതിന്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ കൈവശമുണ്ട്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഏറ്റവും ചുരുക്കി ഒന്ന് ഇവിടെ അഴിത്തലയിൽ പാലം, കാരണം വെച്ചാൽ മനുഷ്യർക്ക് അപ്പുറത്തേക്ക് പറഞ്ഞ് കടത്തു തോണിയായിരുന്നു ഉപയോഗിക്കാറുള്ളത്. ആ തോണി ഉപയോഗിച്ച് തോണി നിർത്തി, കാരണം മറ്റ് നമുക്ക് താനൂർ ആ ബോട്ട് അപകടത്തിന് ശേഷം ഇവിടെ ഇത് നിർത്തി കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് പോകാൻ സാധിക്കുന്നില്ല, ഇക്കരയിൽ നിന്ന് അക്കരെ കടക്കാൻ സാധിക്കുന്നില്ല, കിലോമീറ്ററുകൾ ചുറ്റി വേണം സഞ്ചരിക്കാൻ. ആ വലിയ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം ഒക്കെയാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സാധാരണ മനുഷ്യർക്കുള്ളത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാണ്. അവിടെ ഒരു പാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ, അതുപോലെ തന്നെ ടൂറിസത്തില്, നമ്മുടെ ധനകാര്യ വകുപ്പിൽ ഒക്കെ നമ്മൾ നിവേദനം കൊടുത്തു, അപേക്ഷകൾ കൊടുത്തു. പക്ഷെ ഒരു ഇതും നമുക്ക് കിട്ടിയില്ല. ഇവിടെ തുരുത്തുമുക്കിലൊരു പാലമുണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. ഇതൊക്കെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വടകരയിൽ കോട്ടപ്പറമ്പിലെ പഴയ ബസ് സ്റ്റാൻഡാണിത്. ആ ബസ് സ്റ്റാൻഡ് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ അവിടെ കൊടുത്തു. അപ്പോൾ വടകരയ്ക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായ അഴുക്കുചാൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ളത് കൊടുത്തു. പക്ഷെ ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വെച്ചാൽ മിനിസ്റ്റർ അടുത്ത് പോയി നമ്മൾ സംസാരിക്കും, ഫണ്ടില്ല, ഒരു ഫണ്ടുമില്ല. പക്ഷേ നമ്മൾ ചെയ്തു. ഇതൊക്കെ വെച്ചിട്ടും ഇങ്ങനെ ഞെരുക്കിയിട്ട് പോലും കുറേ കാര്യങ്ങൾ വടകരയ്ക്ക് വേണ്ടി ചെയ്തു, നിരവധി. ഒന്ന്, ഇവിടെ ഒരു ഫിഷറീസ് സ്കൂളുണ്ട് മടപ്പള്ളിയിൽ. ഫിഷറീസ് സ്കൂള് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി വലിയ പ്രയാസത്തിൽ നിൽക്കുകയായിരുന്നു. ആ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ അവിടെ നിന്ന് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചു. അപ്പോൾ 3,20,00,000 രൂപ 2022 നമുക്ക് അനുവദിച്ചു. പക്ഷേ അത് ഒരു ഫണ്ട് അനുവദിച്ചാൽ നമ്മൾ കാണേണ്ടത് അതിൻ്റെ ഭരണാനുമതി, ടെക്നിക്കൽ സാങ്ഷൻ, ഫിനാൻസ് സാങ്ഷൻ, ഇങ്ങനെ ഫയലുകൾ നീങ്ങി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു താഴെ തട്ടുന്ന സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ എത്തിയാൽ അവിടുത്തെ ക്ലർക്ക് മുതൽ കണ്ട് ഓരോ സെക്ഷനിലും കണ്ട്, പിന്നെ അതിന്റെ IAS ഓഫീസർ എത്തി, അവിടുന്ന് മിനിസ്റ്റർ അടുത്തെത്തി, ആ ഫയലെല്ലാം കണ്ട് അവർ കണ്ട് വീണ്ടും ഇതേ പ്രോസസ്സിൽ താഴേക്ക് വരും. ഈ താഴേന്ന് വീണ്ടും അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്തെങ്കിലും കുറെ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തിയിട്ട് വേണം വീണ്ടും മുകളിലേക്ക്. വലിയ പ്രോസസ്സാണ്. നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ എന്ന് പറയുന്നത് നീങ്ങുന്നതിന് അങ്ങേരത്തെ തടസ്സങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നീക്കിയിട്ടാണ് നമ്മൾ ഇതെടുക്കുക. അപ്പം 3,20,00,000 നമുക്ക് അതിന് കിട്ടി. മറ്റൊന്ന്, ഇവിടെ ഒരു ഗവൺമെന്റ് UP സ്കൂളാണ് ഒഞ്ചിയത്തുള്ളത്. ആ ഒഞ്ചിയം സ്കൂളിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞു നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ നമുക്ക് അനുവദിച്ചു. ഇത് രണ്ടും നമുക്ക് അനുവദിച്ച. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഒരു KKM GVHS ഓർക്കാട്ടേരി ഒരു സ്കൂളുണ്ട്. അവിടേക്ക് നമ്മൾ 1.5 കോടി രൂപ 2 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് അനുവദിച്ചു. അപ്പൊ ഈ വൈബ് എന്ന് പറഞ്ഞ പദ്ധതി അല്ല, ഇത് സർക്കാരിന്റെ, നമുക്ക് പലരെയും സമീപിക്കും. നമുക്ക് ഫണ്ടിന് വേണ്ടി എല്ലാ വകുപ്പുകളെയും നമ്മൾ സമീപിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ഫണ്ടുകൾ, പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫണ്ടുകളെ സംബന്ധിച്ചാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ എഡ്യൂക്കേഷൻ മേഖലയിൽ ആ പ്ലാൻ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്നും ബഡ്ജറ്റ് ഫണ്ടിൽ നിന്നും പുറമേയുള്ള ഫണ്ടുകൾ. അതുപോലെ തന്നെ ഓർക്കാട്ടിരി സ്കൂൾ, അതുപോലെ തന്നെ പുത്തൂർ ഹൈസ്കൂൾ, ചോറോട് ഹൈസ്കൂൾ, മടപ്പള്ളി ഹൈസ്കൂൾ, മടപ്പള്ളി ഗേൾസിലെ ഒരു ആധുനികമായ ഓഡിറ്റോറിയം ഉൾപ്പെടെ അതിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ 1.5 കോടിയുടെ വർക്ക് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ ശ്രമഫലമായിട്ട് നമുക്ക് കിട്ടിയ ഫണ്ടുകളാണ്. സർക്കാരിന്റെ അടുത്ത് നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെയും നമ്മൾ മെനക്കെട്ടതിന്റെയും ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബഡ്ജറ്റ് ഫണ്ടിന് പുറമെ. പിന്നെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കിട്ടിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് മടപ്പള്ളി കോളേജ്. മടപ്പള്ളി കോളേജ് ഏക ഗവൺമെന്റ് കോളേജ്, വളരെ 1957 സ്ഥാപിതമായ വലിയ കോളേജാണ്. ആ കോളേജിനെ ഞങ്ങൾക്കിപ്പം പുതിയ പ്രകടന പത്രികയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പുതിയ മാറ്റങ്ങളെ സംബന്ധിച്ച്. അപ്പം അവിടെ ഇപ്പം ഞങ്ങൾ ഞാൻ MLA ആയതിനു ശേഷം ഏകദേശം 21,15,00,000 രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 കോടിയുടെ സയൻസ് ബ്ലോക്കിന്റെ പ്രവർത്തനം നടക്കുന്നു. അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലായിരുന്നു, പെൺകുട്ടികൾ മുഴുവൻ ഒന്നുകിൽ പുറത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഒരു കോളേജിൽ ചെറിയൊരു ഹോസ്റ്റൽ സൗകര്യമുള്ളൂ, 10-30 കുട്ടികൾ താമസിക്കുന്ന ചെറിയൊരു ഹോസ്റ്റലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോളേജിൽ പല സ്ഥലത്തു നിന്നും പെൺകുട്ടികൾ വരികയാണ്, അവർക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ സൗകര്യമില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം നമ്മളത് കണ്ടുകൊണ്ട് തന്നെ കിഫ്ബിയിലെ നേരെ സമീപിച്ചു. അങ്ങനെയൊക്കെ നിരവധി ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇപ്പം അവിടെ നമുക്ക് ആ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കാൻ നിർമ്മിക്കാൻ 7 കോടി രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. ഒരു സെമിനാർ കോംപ്ലക്സിന് 3,28,00,000 രൂപയുടെ പ്രവർത്തനം നടക്കുന്നു. അവിടുത്തെ ഓഡിറ്റോറിയം ചെയ്യാൻ വേണ്ടി 68 ലക്ഷം രൂപ അനുവദിച്ചു. അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇടപെടലിന്റെ ഭാഗമായി മടപ്പള്ളി കോളേജിൽ 21 കോടി രൂപ നമ്മൾ ഇപ്പം ഈ ഒരു 5 വർഷം നമ്മൾ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നടത്തി വടകരയിൽ എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരമാണ് ഇത് നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഇത്. അതുപോലെ തന്നെ വടകരയിൽ ഒരു പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ ട്രൈബൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് പല ഭാഗത്തു നിന്ന് വന്ന് വടകരയിൽ. അപ്പോൾ അവർക്കൊരു ഹോസ്റ്റൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ MLA ആയ ഉടനെ 2021 ഈ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് സത്യത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് അവിടെ പോയപ്പോൾ. അവിടുത്തെ കുട്ടികൾ, കാരണം ട്രൈബൽ വിഭാഗത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അവർക്കാണ്. അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ സാമൂഹ്യ ചുറ്റുപാട് അങ്ങനെയാണല്ലോ. അടിസ്ഥാന വിഭാഗമാണ് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധയിൽ അവിടുത്തെ ഹോസ്റ്റലിൽ നമ്മൾ പോയിപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഇങ്ങനെ തട്ടായിട്ട് കട്ടിലിട്ടിരിക്കുകയാണ്. അവിടെയാണ് കുട്ടികൾ കിടക്കുന്നത്. ബാത്റൂം എന്ന് പറയുന്നത് ഡോറൊന്നുമില്ല. ആ ബാത്റൂമിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ പോവുക, ഒരു വൃത്തിയുമില്ല. അങ്ങനെ അങ്ങേയറ്റത്തെ മോശമായ ഒരു ഹോസ്റ്റലായിരുന്നു. നമ്മളത് അവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട്, ഭൂമി കൈമാറി കിട്ടിയിട്ടുണ്ട്. ആദ്യം അത് ഇറിഗേഷൻ വകുപ്പിലാണുള്ളത്, ആ ഭൂമി റവന്യൂവിൽ കൈമാറിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒന്നും നടന്നില്ല. 2018 അത് നീങ്ങിയ ഫയൽ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ഫയൽ തപ്പിയെടുത്തു. അതിനുശേഷം അത് ഭൂമി കൈമാറി, റവന്യൂ വകുപ്പിൻ്റെ അടുത്തുനിന്ന് പട്ടികജാതി വിഭാഗത്തിലേക്ക് ആ ഭൂമി കൈമാറണം. ആദ്യത്തെ പ്രോസസ്സ് അതായിരുന്നു. അത് കൈമാറിയെടുക്കാനുള്ള പ്രവർത്തനം നടത്തി. ആ ഭൂമി കൈമാറി കിട്ടിയതിന് ശേഷം ഫണ്ട് കിട്ടണം. നമുക്ക് 4,82,00,000 രൂപ അവിടെ ഭരണാനുമതി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടക്കാൻ നല്ലൊരു ഹോസ്റ്റൽ അവിടെ വരും. പല വിഭാഗത്തുനിന്നും വരുന്ന ഈ കുട്ടികൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടി അത് സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ JNM ഹൈസ്കൂളിൽ നമ്മളൊരു ബസ് കൊടുത്തു. ആ ബസ് കൊടുത്തതിൻ്റെ പ്രധാന കാരണം ഈ കുട്ടികൾക്ക് യാത്രാ സൗകര്യത്തിന് അവർക്ക് കൂടി സൗജന്യമായി ഏറ്റവും നന്നായി യാത്ര ചെയ്യാനും കൂടി സൗകര്യത്തിന് നമ്മൾ അവിടെ ബസ് അനുവദിച്ചു. ഇങ്ങനെയുള്ള നിരവധി ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞാൽ തീരാത്ര ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു കാര്യമാണ് വൈബ്. വൈബ് എന്ന് പറയും ഞങ്ങൾ തുടക്കം MLA ആയതിനു ശേഷം നമുക്ക് എന്താണ് പുതിയ പ്രോജക്റ്റ് വടകരയിൽ നടത്താൻ കഴിയുക. അപ്പോൾ കുറേ ആളുകൾ ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും, നേരത്തെ പറയാം MLA എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടേതല്ല, എല്ലാ ആളുകളെയും വെച്ചാണ് ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളുടെയും മീറ്റിംഗ് ആദ്യം വിളിച്ചു ചേർത്തു. നമുക്കൊരു വിദ്യാഭ്യാസ ഹബ്ബാക്കിയിട്ട് വടകരയെ മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച നടത്തി. അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വൈബ് എന്ന് പറയുന്നൊരു പുതിയ സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിച്ചു. അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അത് ഡോക്ടർ ശശികുമാർ പുറമേരി ഉൾപ്പെടെ KT മോഹൻദാസ് സാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിന് ചെയർമാനും കൺവീനറൊക്കെ വെച്ച് അവർ ഇത് സ്വതന്ത്രമായിട്ട് അവർ സഞ്ചരിച്ചു. പക്ഷേ വൈബ് വടകരയിലെ വിദ്യാഭ്യാസങ്ങളിൽ ഒരു വലിയ വൈബായിരുന്നു. അതെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്ക് അഭിമാനമാണ് ഇവിടെ. കാരണം നിങ്ങൾ ഏത് രക്ഷിതാക്കളും എടുത്തെങ്കിലും ആ വൈബിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അവർ ഒരുപാട് സംതൃപ്തരാണ്. അതിൽ SSLC കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് സൗജന്യമായി നടത്തും. SSLC കഴിയുമ്പം അവർക്ക് എന്ത് നെക്സ്റ്റിലെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെ നടത്തണം, അതൊക്കെ വലിയ മാറ്റമാണ് അവരുണ്ടാക്കി. അതുപോലത്തെ NMMS എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സൗജന്യമായ കോച്ചിങ് ക്ലാസ്, അതിന്റെ ഭാഗമായിട്ട് റിസൾട്ട് വലിയ മാറ്റം വടകരയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുത്തു. അവരുടെ പരിപാടികൾ സെപ്പറേറ്റ് ആയി നടത്തി. ഓണത്തിന് കുട്ടികൾക്ക് ഓണ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കിറ്റ് കൊടുത്തു. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് എല്ലാ കുട്ടികൾക്കും അവർക്ക് പഠനോപകരണങ്ങളും കിറ്റും കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഓരോ സമയത്തും ഈ വൈബിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് വടകര മണ്ഡലത്തിൽ നേതൃത്വം നടത്തി 5 വർഷം. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ സംതൃപ്തിയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ചേച്ചി, ഇപ്പം എൻ്റെ ഒരു ചോദ്യം തന്നെ ഇങ്ങനെയായിരുന്നു. അതായത് ചേച്ചി നിയമസഭയിൽ 660ഓളം ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യമായിരുന്നു, ചേച്ചി അതിനുള്ള ഏതെങ്കിലും ഓർത്തെടുക്കാവോ എന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തന്നെ ചേച്ചി ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് എഡ്യൂക്കേഷനാണ്. എന്നെ സംബന്ധിച്ചും ഞാൻ ഏതൊരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരിലും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. കാരണം വിദ്യാഭ്യാസം നേടിക്കൊടുത്താൽ, ഒരു സമൂഹത്തിന് അത് നേടിക്കൊടുത്താൽ അവർക്കത് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനുള്ളൊരിതാണ്. മറ്റു നമ്മൾ അത് പറയാൻ കാരണം എൻ്റെ നാട്ടിൽ പഠനമുറി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, SC/ST കുട്ടികൾക്കുള്ള പഠനമുറി. അപ്പം അന്ന് പറയും വീട് SC/STകൾക്ക് വീടും കൊടുക്കും സർക്കാർ എന്നുള്ള. അപ്പോൾ ചോദിച്ചു വീട് വേണോ അതോ എന്ത് വേണം എന്ന് ചോദിച്ചപ്പം അവിടെ ഉള്ളവർ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം മതിയെന്ന്. അവരത് നേടിയതിനു ശേഷം അവരതും കൊണ്ട് നേടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഈ പറയുന്ന
വികസനങ്ങൾ, ഇപ്പൊ പറയുന്ന ദേശീയ ഹൈവേ അടക്കം, അതിൽ എന്തെങ്കിലും സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? ഇത് എന്നാ വടകരയല്ലേ, രമയല്ലേ? കാരണം ആദ്യത്തെ ഒരു 2021 ആകെ ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല നിരന്തരം ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന മുഖ്യമന്ത്രിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ? പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യം തീർച്ചയായിട്ടും അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടെ ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പം അതിൽ വടകരയാണ് പ്രവൃത്തി വലിയ തോതിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. ഈ വിഷയം നമ്മൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തെ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അവിടെ ഇന്ന പ്രശ്നമുണ്ട്, അതിൽ ഇടപെടണം, അതിൽ മാറ്റം വരുത്തണം. കാരണം ഇവിടെ കുറെ ഭാഗത്ത് ചെയ്ത സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം ഇടിഞ്ഞു വീണു, വീടുകൾക്ക് പ്രശ്നമായിട്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ ഈ വടകര മേഖലയിലുണ്ടായി. അപ്പോൾ ഓരോ സമയത്തും പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പൂർണ്ണമായും ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ സോയിൽ നെയിലിംഗ് ഒക്കെ മാറ്റി അവിടെയൊക്കെ കോൺക്രീറ്റ് വാളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ വടകരയിൽ ഇത് വന്നിട്ടും നേരത്തെ DPR ഇല്ലാത്ത പല സ്ഥലങ്ങളിലും അണ്ടർപാസുകളോ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴികളോ ഉണ്ടായിരുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നൊരു സാഹചര്യമാണ് ഈ ഹൈവേയുടെ. അത് വികസിക്കണം ഹൈവേ, പക്ഷെ ആർക്കാണ് അതിലെ സഞ്ചരിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. അതിൽ കൂടെ വലിയ വാഹനങ്ങളും വണ്ടികളും ഇങ്ങനെ ശീഘ്രം സഞ്ചരിക്കുകയല്ലാതെ ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യർ ഒന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്ത് കടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കുടുങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ. അത് കാണാതിരിക്കരുത്. രണ്ടായിട്ട് തിരിക്കുന്ന പോലെ രണ്ടായിട്ട് മുറിഞ്ഞിട്ടാണ് ഇപ്പം പലയിടത്തും ഈ എംബാങ്ക്മെന്റ് വന്ന സ്ഥലത്തൊക്കെ ഇപ്പുറത്തുള്ള മനുഷ്യർക്ക് അപ്പുറത്ത് കാണാൻ പോലും സാധിക്കില്ല, കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വടകരയിൽ നമ്മൾ പ്രധാനമായിട്ട് കുറേ സ്ഥലങ്ങൾ എടുത്ത് അവിടെ അടിപ്പാതകൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അത് നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു കാരണം വെച്ചിട്ടുണ്ട്, ഒന്ന് പാലോളിപ്പാലം, പുതുപ്പണത്ത് ഒരു അടിപ്പാത. കാരണം മുരാട് ഇത് കഴിഞ്ഞാൽ പിന്നെ കരിമ്പനപ്പാലം മാത്രമേ അവരുടെ DPR ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു നടന്നു പോകുന്ന വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ഒരു അടിപ്പാത വേണമെന്ന് അന്നത്തെ ROയെയും അന്നത്തെ ആളല്ല ഇന്നുള്ളത് PD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ഗവൺമെന്റിന് ഉൾപ്പെടെ കത്തയക്കും നിരന്തരമായിട്ട് അവിടുത്തെ ജനങ്ങൾ സമരം നടത്തി. അതിനോടൊപ്പം നമ്മൾ നിന്നു. അതിൻ്റെ പുറമെ അവർ താഴെത്തട്ടിൽ സമരം നമ്മൾക്കും നമ്മൾക്ക് മേലെ അതിൻ്റെ ഇടപെടൽ നടത്തി. അങ്ങനെ നമുക്ക് പാലോളിപ്പാലം നമുക്കൊരു അടിപ്പാത അനുവദിച്ചു. അതിൻ്റെ പണി SP ഓഫീസിൻ്റെ അടുത്ത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മളെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അവിടെ തന്നെ നമുക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ട് ആ ഫൂട്ട് ഓവർ ബ്രിഡ്ജും സാങ്ഷൻ ആയിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ സ്ഥാപിക്കും എന്നാണ്. അത് സാങ്ഷൻ ആയിരുന്നത് 2024 മുതൽക്ക് നമുക്ക് തരുന്ന ഉറപ്പാണ്. ഇപ്പോഴും അവിടെ വെച്ചിട്ടില്ല. മന്ത്രി വരെ തന്നതായി ഉറപ്പായും തരുമെന്ന് ലെറ്റർ നമ്മുടെ രേഖാമൂലം തന്ന ലെറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടില്ല, ഇപ്പൊ വെക്കും വിചാരിക്കുന്നു. അങ്ങനെ അവിടെ അതിനുശേഷം നമ്മൾ ഈ വടകര ടൗണിലുള്ള കുറേ സ്ഥലത്ത് നേരത്തെ 860ഓളം മീറ്റർ സ്ഥലത്ത് നമുക്ക് മേൽപ്പാലങ്ങളായിരുന്നു പറഞ്ഞത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അത് 500 കുറഞ്ഞു, 540 ഇങ്ങനെ കുറഞ്ഞു വന്നു. അപ്പം അതിനു വേണ്ടിയുള്ള വീണ്ടും സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ സമ്മർദ്ദങ്ങൾ അവിടെ ഞങ്ങൾക്ക് മേൽപ്പാലമാണ് വേണ്ടത്. ഈ ടൗണ് ഈ മണ്ണിട്ട് നികത്തി എംബാങ്ക്മെന്റ് ആയി കഴിഞ്ഞാൽ ടൗൺ ഇല്ലാതാവും. വടകരയിൽ ഈ ഹൈവേ വന്നതിന്റെ കാര്യമായിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുപോയി. കച്ചവടക്കാർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് വടകരയാണ്. ഒരുപാട് ആളുകൾക്ക് കാരണം ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത്തരം വലിയ ബുദ്ധിമുട്ട് വടകര ടൗൺ തന്നെ മാറിപ്പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ മേൽപ്പാലം വേണം. അതിന്റെ ഒരു സംശയവുമില്ലാതെ അതില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങും എന്ന് പറഞ്ഞതാണ്. അത് അവിടെ അതിനുശേഷം നമ്മൾ ഇപ്പം മടപ്പള്ളി ഞാൻ പറഞ്ഞ കോളേജ് മടപ്പള്ളി കോളേജാണ്. അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുകയാണ്. പക്ഷെ അവിടെ മുറിച്ചു കിടക്കാൻ ഈ കുട്ടികൾ എങ്ങനെ മുറിച്ചു കിടക്കുക? അപ്പുറത്തുനിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എങ്ങനെ എത്തും? അതൊരു വലിയ ചോദ്യമായിരുന്നു. പക്ഷേ അതിന് ഉത്തരം കിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഇവിടെ അടിപ്പാത വന്നില്ലേ ഞങ്ങൾ ഇവിടെ സമരം നടത്തും, ഇവിടെ ഒരു പണിയും നടക്കില്ല. അവിടുത്തെ ജനങ്ങൾ സംഘടിച്ചു. ജനങ്ങൾ സമരത്തിൽ നിന്നു. നേതൃത്വത്തിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തും ഞങ്ങളൊക്കെ നിന്നു. അവിടെ നിരന്തരമായി സമരത്തിൽ നിന്നു. അവസാനം ഈ ഗവൺമെന്റ് മന്ത്രി, ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി, കേന്ദ്രമന്ത്രി ഒക്കെ സമീപിച്ച് നമുക്ക് ഒരു ഫലവും കാണുന്നില്ല. അവസാനം ഞങ്ങൾ അന്നത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി, അദ്ദേഹത്തിൻ്റെ മാത്രം ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ അടിപ്പാത, അത് നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അടിപ്പാതയാണ്. MLA എന്ന നിലയ്ക്ക് കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അടിപ്പാതയാണ്. അന്ന് അവിടെ നാദാർ റോഡിലായിരുന്നു ഒരു അടിപ്പാതയുള്ളത്. നാദാർ റോഡിൽ അടിപ്പാത എന്ന് പറയുന്നത് അത് ഈ പ്രദേശത്തുകാർക്ക് അറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. അതൊരു നടുക്കായിരുന്നു. അപ്പം നാദാപുരത്തിനും ഗുണമില്ല,
ഗുണമില്ല. നാദാപുരം മടപ്പള്ളി സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അവർക്ക് പോകാൻ സാധിക്കില്ല, അവർക്കും ഗുണമില്ല, മടപ്പള്ളിക്കും ഗുണമില്ല, ഈ നടുക്കവന് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മടപ്പള്ളി അടിപ്പാത വന്നപ്പോൾ നാദാപുരം റോഡിലേക്ക് ഹൈസ്കൂളിന്റെ അടുത്തേക്ക് ആ അടിപ്പാതമാക്കി. അത് രണ്ടും നമുക്ക് സൗകര്യമായി. തൊട്ടിപ്പുറത്ത് കണ്ണൂക്കരയിലും അടിപ്പാതയില്ലായിരുന്നു നേരത്തെ, അടിപ്പാത DPR. ആ അടിപ്പാതയ്ക്കും വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിട്ടും ഇടപെടലിന്റെ ഭാഗമായിട്ടും അവിടെ അടിപ്പാത കൊണ്ടുവരാൻ സാധിച്ചു. കുഞ്ഞിപ്പള്ളി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുഞ്ഞിപ്പള്ളി ടൗണ്, നേരത്തെ നല്ലൊരു ടൗൺ ആണ് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത്. കുഞ്ഞിപ്പള്ളി ടൗൺ നിശ്ചലമായി പോയി. കാരണം അവിടെ ഒരു ആൾക്ക് മുറിച്ച് വാഹനങ്ങളൊന്നും പോണ്ട, നിങ്ങൾക്ക് നടക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുത്താൽ ഈ ആളുകൾക്ക് സ്ഥാപനത്തിലേക്ക് വലിയൊരു പള്ളിയാണ്, പുരാതനമായ പള്ളിയുണ്ട് അവിടെ, കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത് അതാണ്. ആളുകൾ ഇങ്ങനെ ബസ് പോകുമ്പോൾ പൈസ ഇടുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ആരാധനാ കേന്ദ്രമാണത്. അവിടേക്ക് ആളുകൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു അടിപ്പാത വേണം എന്നുള്ള ആവശ്യം ഇപ്പോഴും പരിഗണിക്കപ്പെട്ടില്ല. നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുക്കാളിയിൽ ഇത് കഴിഞ്ഞു, അതും ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്കൊരു നടന്നു പോകുന്ന ഒരു സാധനം കിട്ടി. ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് നിരവധി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പഴങ്കാവ് അവിടെ ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയും അടിപ്പാത തരുമെന്ന് നമുക്ക് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ വാക്കാൽ പറഞ്ഞു അല്ലാണ്ട് രേഖയിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെയും നമ്മൾ പറഞ്ഞു അടിപ്പാത കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയില്ല. കാരണം ജനങ്ങൾക്ക് പോകാൻ കഴിയണം. എന്നുവെച്ചാൽ ഒരു ഫയർ സ്റ്റേഷൻ ഉള്ള സ്ഥലത്ത് ഒരു എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഫയർ സർവീസ് പോകണ്ടേ? തീർച്ചയായും. എങ്ങനെ പോകും? ഈ ഇടുങ്ങിയ സർവീസ് റോഡിൽ കൂടി ആർക്കാണ് പോകാൻ സാധിക്കുക? വളരെ ഇടുങ്ങിയ, നേരത്തെ 7 മീറ്റർ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ 5 മീറ്റർ പോലും ഇല്ല. ആ സർവീസ് റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പൊ അവിടെ നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഇതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ഇത്തരം ഇത് വന്നതിന്റെ ഭാഗമായിട്ട്. അപ്പം എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഒരു MLA ജനപ്രതിനിധി നിലയ്ക്ക് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് അതിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയെ കുറിച്ച് താങ്കൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ എന്ന്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടിരിക്കെ അതിനെ എങ്ങനെയാണ് അങ്ങനെ? നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തും പറയാം, അല്ലെങ്കിൽ ഏതൊരു പൊളിറ്റീഷ്യനും വിമർശിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഉണ്ടാവണത്. കാരണം ഇല്ലെങ്കിൽ ഭരണപക്ഷം കാണിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. പക്ഷെ താങ്കൾ വിമർശിച്ചത് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ, അതെന്താണ് അങ്ങനെ ഒരു? അല്ല, നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി. അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ ബന്ധനസ്ഥരാണ്. അടിയന്തരാവസ്ഥയിൽ ജനങ്ങൾ എങ്ങനെയാ കൂട്ടിലടക്കപ്പെടുക? അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ പോലും. ഒരു യാത്ര മാത്രമല്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എതിർ ശബ്ദങ്ങളെ മുഴുവൻ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമം. യാത്രയിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു രാജാവ് എഴുന്നള്ളത് പോലെ ഒരു മുഖ്യമന്ത്രി എഴുന്നള്ളി പോകുമ്പോൾ അവിടെ ജനങ്ങൾ എത്ര സമയം അവരെങ്ങനെ ബന്ദിയാക്കി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഒരു മുഖ്യമന്ത്രി അങ്ങനെ ആയിരിക്കരുത്, ഒരു ജനപ്രതിനിധി അങ്ങനെ ആയിരിക്കരുത്. അവർ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവരായിരിക്കണം. അവർക്ക് എന്താ സ്വതന്ത്രമായിട്ട് എല്ലാ മനുഷ്യരുടെ ഇടയിൽ പോകാൻ പറ്റാത്തത്? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അതിനെന്താണ് തടസ്സം? അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും അധികം സെക്യൂരിറ്റികൾ, ഇത്രയും അധികം അകമ്പടി വാഹനങ്ങൾ, ഇത്രയ്ക്കധികം ആളുകൾ ഭയത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം? രമേശ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞ, കാരണം രമേശ് നമ്മൾ ഈ പറഞ്ഞല്ലോ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആവരുതെന്ന് രമേശ് പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിൽ ജനപ്രതിനിധി എങ്ങനെ ആവണം? ഒരു ജനപ്രതിനിധി ഇവിടെ കാണുന്ന, ഇപ്പം ചേച്ചീനെ തന്നെ കാണാൻ വരണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്ന് ചേച്ചിയെ കണ്ട ഇവിടുത്തെ ഒരു വോട്ടർ ചേച്ചിക്ക് ഒരു പക്ഷേ എല്ലാവരെയും അറിയണം എന്നില്ല, അല്ലെങ്കിൽ അറിയണം നിർബന്ധമില്ല. ആൾ വന്നിട്ട് ഒരാളുടെ ലെറ്റർ ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഒരാളെ കാണാണ്ട് ചേച്ചിക്ക് ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് പെരുമാറേണ്ടത്? ഈ പറഞ്ഞൊരു പേടി എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ രമ ചേച്ചി എന്നാണോ വിളിക്കേണ്ടത്, മേഡം എന്നാണോ വിളിക്കേണ്ടത്? എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എല്ലാ വ്യക്തികൾക്കും തന്നിലും ഉയർന്നവൻ, തന്നിലും എന്തോ. പക്ഷേ ശരിക്കും നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൽ നമ്മളെ ഭരിക്കാൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പോലും നമ്മളിൽ ഉയർന്നവരെന്നാണ്. എങ്ങനെയാണ് ചേച്ചി ഒരു സാധാരണക്കാരൻ നിങ്ങളെ എങ്ങനെയായിരിക്കണം? ഒരു MLA, MB, മന്ത്രി പോലെ ഒരാളെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഏതൊരു ജനപ്രതിനിധിയും
അവർ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരായിരിക്കണം. അവർക്കൊരു പ്രത്യേകതയൊന്നുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രതിനിധിയായിട്ടാണ്. എന്നാൽ അവരുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ, അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ, അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ 1,75,000-ലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ അത്രയും ജനങ്ങൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണം എന്നില്ല. എങ്കിൽ പോലും അവരെ കേൾക്കുക, അവരോടൊപ്പം നിൽക്കുക. ഏറ്റവും ചുരുങ്ങിയതാണ്, ഒരാൾ വന്ന് ഒരു കാര്യം പറയും, നമ്മൾ അവരെ ഒന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കണം. ആർക്കും വന്ന് കയറാൻ കഴിയുന്നൊരു സ്ഥലമായിരിക്കണം ജനപ്രതിനിധികൾ ഉള്ള സ്ഥലം. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടായി എന്ന് വരിക്കുന്നത്. എല്ലാവർക്കും വരാം. എൻ്റെ ഫോൺ ഏത് സമയവും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ കിടക്കുന്ന അടുത്താണ് എൻ്റെ ഫോൺ വയ്ക്കുക. ഏത് പാതിരാത്രി ഒരു ഫോൺ വന്നാലും ഞാൻ എടുക്കും. ആർക്കും ഏതെങ്കിലും സമയത്ത് എടുക്കാതെ പോയ കോളുകൾ ഉണ്ടാവാം, ഇല്ല എന്നൊന്നും അല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കോൾ ഒരു 90% കോളുകളും ഞാൻ എടുക്കാറുണ്ട്. ആർക്കും വിളിച്ച് ഏത് പ്രയാസങ്ങളും പറയാം. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്നല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കണം. അതായിരിക്കണം ജനപ്രതിനിധി. അല്ലാതെ നോക്കൂ, നേരത്തെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി നമ്മൾ എത്ര തടിച്ചു കൂടിയിരിക്കുക ഒരു മനുഷ്യൻ, അങ്ങനെ അതായിരിക്കണം ജനപ്രതിനിധി, അതായിരിക്കണം മുഖ്യമന്ത്രി. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ചെയ്യുന്നത് പിന്നെ ആളുകളെ കാണുന്നത് എങ്ങനെയായിരുന്നു? അവരൊരു യാത്ര നടത്തിയിരുന്നു, 2 പ്രാവശ്യം യാത്ര നടത്തി. ആ യാത്രയിൽ ആളുകളെ രാവിലെ കുറേ ആളുകളെ കാണാൻ മുഖ്യമന്ത്രിക്കുമായി സംവദിക്കാം എന്ന് പറഞ്ഞു. ആ സംവദിക്കുന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾ? സംവദിക്കുന്നത് പാർട്ടി ലിസ്റ്റ് ഉണ്ടാക്കി കുറേ പൗരപ്രമുഖന്മാരെ. ആരാണ് ഈ പൗരപ്രമുഖന്മാർ എന്ന ചോദ്യം അവിടെ ഇരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണ മനുഷ്യരെ പ്രയാസങ്ങളെ കേൾക്കേണ്ടത് ആ എല്ലാവരും ഓരോ മനുഷ്യരും പൗരന്മാരാണ്. അവർ ഈ നാട്ടിലെ പ്രമുഖരാണ്. എല്ലാ മനുഷ്യരും പൗരരാണ്. ആ പൗരന്മാർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പ്രമുഖരാണ്. അപ്പൊ അവരെ മുഴുവൻ കേൾക്കാൻ സാധിക്കണം. മുഴുവൻ കേൾക്കാൻ കഴിയില്ലെങ്കിലും അവരിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യണം. കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ നടന്നത് ഈ 10 വർഷം നമ്മൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക? അവിടെ ജനപ്രതിനിധി തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്നവരായിരിക്കണം, അവരോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ എന്നെ ഒരാളും മേഡം എന്ന് വിളിക്കാൻ, ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും വിളിക്കരുതെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നെ എല്ലാവരും എപ്പോഴും ചേച്ചി എന്നാണ്, എല്ലാവരും രമേച്ചി എന്നേ പറയുള്ളൂ, ഏതാളും രമേച്ചി എന്നേ പറയുള്ളൂ. അങ്ങനെ ആയിരിക്കണം. എനിക്ക് സന്തോഷമാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഞാൻ അവരുടെ ചേച്ചിയായിട്ട്, അവരുടെ സഹോദരിയായിട്ട് എനിക്ക് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നോ? അവരുടെ പ്രയാസങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നോ? ഒരാളൊരു പ്രയാസം വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ പിന്തള്ളാം. അത്തരം ഒരാളെ വേണ്ട എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾക്കൊരു ഇതുണ്ടല്ലോ, ഈ മനുഷ്യരുടെ അടുത്ത് ചെന്നാൽ നമുക്കിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിലും ആ പ്രശ്നം ഒന്ന് കേൾക്കാൻ, ചേച്ചി പറഞ്ഞ പോലെ കേൾക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെ. ചേച്ചി, ഇപ്പം ഈ വടകരയിൽ തന്നെ ഒരുപാട് തീരദേശ പ്രദേശങ്ങളുണ്ട്. ഇപ്പം ഈ തീരദേശമാണ് എല്ലായ്പ്പോഴും സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പലപ്പോഴും നമുക്ക് പറയാൻ അരികുവൽക്കരിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഒരു വിഭാഗം അവർ തന്നെയാണ്. മറ്റവിടെ പ്രളയം വന്നപ്പോഴാണ് ഇവരൊക്കെ ആർമി ആയതൊക്കെ. പക്ഷെ പിന്നീട് ആർമി എന്താണെന്നുള്ളതൊന്നും പറയുന്നില്ല. ഇപ്പം ഈ വടകരയിലെ ഒരു തീരദേശത്തിന് പറ്റിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ വികസനം എങ്ങനെ പോകുന്നു? എൻ്റെ മണ്ഡലത്തിൽ, വടകര മണ്ഡലത്തിൽ ഏകദേശം 17 കിലോമീറ്റർ കടൽത്തീരമാണ്. ആ കടൽത്തീരം ഞാൻ ഈ കഴിഞ്ഞ 2021 ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം മനസ്സിനെ പ്രയാസമുണ്ടാക്കിയ മേഖലയാണ് തീരദേശം എന്ന് പറയുന്നത്. പറഞ്ഞാൽ അവരുടെ ജീവിതം കണ്ടിട്ട്, അവരുടെ ദുരിതങ്ങൾ കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ തീരദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം. അവർക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ അവരുടെ ഉള്ളിൽ ആദിയാണ് തങ്ങളുടെ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണം എന്നറിയാതെ. കാരണം കടലിനോട് തൊട്ടടുത്ത് ആണ് പലരുടെയും ജീവിതം, പലരും താമസിക്കുന്നത്. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ? അവരുടെ ജീവനോപാധികൾ മുഴുവൻ കടലുമായി ബന്ധപ്പെട്ടിട്ടാണ്. കടലിൻ്റെ മക്കളാണ് അവർ. അപ്പോൾ അവർക്ക് അതല്ലാതെ അവർക്ക് അറിയില്ല. അത് പഠിച്ച് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവിടുത്തേതാണ്. പക്ഷേ ആ ജീവിതം സുരക്ഷിതമാക്കി കൊടുക്കുന്നതിന് വേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പല സ്ഥലത്തും തൊട്ടടുത്ത കടലുണ്ടാകുമ്പം ആ കടൽ അടിച്ച് ഈ വീട് നഷ്ടപ്പെടുന്നു, വീട്ടിലേക്ക് കയറുന്നു. ഒരു സമയത്തും അവിടെ താമസിക്കാൻ തിര അടിച്ചു വരുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം
പ്രയാസമാണ് ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുടെ. അതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി എനിക്ക് തീരദേശത്താണ് ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത ഒരു സംഗതി. അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നമ്മൾ കടൽഭിത്തിക്ക് വേണ്ടിയിട്ട് ഇറിഗേഷൻ മിനിസ്ട്രിയും ഒക്കെ നിരവധി പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് കൂടെ, പക്ഷേ കൈമലർത്തുകയല്ലാതെ നമുക്കൊന്നും ലഭ്യമായിട്ടില്ല. ഞാൻ അവിടെ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ കയറി ഇറങ്ങി എൻ്റെ കാല് ഇതായിട്ടുണ്ട്. എനിക്ക് ഒരു സംശയമുണ്ട് അവിടുത്തെ പല കാര്യത്തിലും. അപ്പോൾ അത്തരം ഫണ്ടുകളൊന്നും നമുക്ക് ലഭ്യമായില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ കൊടുത്ത ബഡ്ജറ്റ് 5 കോടിയിൽ നമുക്കത് ഉൾക്കൊള്ളിച്ചാൽ ഒന്നും തീരില്ല. ഒരുപാട് സ്ഥലത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും എന്ന് കണ്ടെത്തിയാണ് പഴയ കാലത്തുള്ള ബഡ്ജറ്റുകൾ മുഴുവൻ ഞങ്ങൾ എടുത്ത് തപ്പി അതിലേതെങ്കിലും ഫണ്ടുകൾ ലാപ്സായി പോയതുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 14 കോടി രൂപ ഞങ്ങൾക്ക് അതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ 2008, 2018, 2011 ഒക്കെ അനുവദിച്ച ഫണ്ടുകൾ നിയമസഭ പാസാക്കിയ ബഡ്ജറ്റ് ഫണ്ട്, അതാണ് നിയമസഭയ്ക്ക് അഷുറൻസ് കൊടുത്ത ബഡ്ജറ്റ് ഫണ്ടുകൾ. പക്ഷേ അത് പിന്നീട് ഫോളോ അപ്പ് നടത്താത്തതിൻ്റെ ഭാഗമായി മരവിച്ചു പോയ ഫണ്ടുകളാണ്. ആ ഫണ്ടുകൾ എടുത്ത് അത് അതേ ഫണ്ടിനല്ലാതെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കണ്ടതിന് ശേഷം വീണ്ടും ഉദ്യോഗസ്ഥന്മാരെ പോയി കാണുന്നു, മന്ത്രിയെ പോയി കാണുന്നു. അത് കിട്ടാൻ അതൊരു വലിയ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നമുക്കതിന് പഴയ ഫണ്ട് പിന്നെ റിവേഴ്സ് ചെയ്ത് വരിക എന്ന് പറയുന്നത്, ഭരണാനുമതി പുതുക്കി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് വലിയ പ്രയത്നം നടത്തണം. വീണ്ടും എസ്റ്റിമേറ്റ് പോകണം, ഇവിടുന്ന് എസ്റ്റിമേറ്റ് പോയി ഉദ്യോഗസ്ഥന്മാരുടെ കാല് പിടിക്കണം. ഓഫീസുകളിൽ പല നിലകളും കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ചരിത്രം. അത് എൻ്റെ മാത്രമായിരിക്കില്ല, ഞാൻ ജനപ്രതിനിധികൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം ഞാനത് അങ്ങനെ പറയുന്നില്ല. ഫണ്ട് എന്ത് കൊണ്ടുവന്നില്ല, ഫണ്ട് കിട്ടിയിട്ട് എന്ത് പ്രവൃത്തി നടക്കുന്നില്ല എന്ന ചോദ്യം വരും. അപ്പം അത് പാസ്സാക്കി ഫലപ്രദമായി ടെൻഡർ നടപടിയെടുത്ത് പണി തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു നീണ്ട പ്രോസസ്സാണ്. അപ്പം ആ ഫണ്ടുകൾ കെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ 18 കോടി രൂപ എനിക്ക് വടകര മണ്ഡലത്തിലെ വടകരയിലെയും കുരിയാടിയുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ കുറേ സ്ഥലങ്ങൾ സുരക്ഷിതമാക്കി നിർത്താൻ സാധിച്ചു. പൂർണ്ണമായിട്ടില്ല, ഇനിയും ധാരാളം സ്ഥലങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതും ശാശ്വതമല്ല എന്നുള്ളതുകൂടി നമ്മൾ കാണും. ഈ കടൽഭിത്തി കെട്ടുക എന്ന് പറയുന്നത്, ഞാൻ പറയും 18 കോടി ശരിക്കും കടലിൽ കലക്കിയതാണ്. ഞാൻ അതേ പറയൂ. ഒരു 5 വർഷം, ഒരു 6 വർഷം കഴിഞ്ഞാൽ ഈ കല്ല് മുഴുവൻ കടൽ വലിച്ചു കൊണ്ടുപോകും. ഈ കടൽഭിത്തി ശാശ്വത പരിഹാരമേ അല്ല. നമുക്ക് താൽക്കാലികമായൊരു പരിഹാരം അതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ സാധിച്ചത്. അപ്പം ഇത് കടലിൽ കായം കലക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഈ കല്ല് കെട്ടുന്നത് വലിയ വെറുതെ പൈസ വെക്കുകയാണ്, സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമാണ്. പക്ഷേ നമുക്ക് താൽക്കാലികമായിട്ട് ആ ഒരു സുരക്ഷിതത്വം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ ഞങ്ങളിപ്പം ജനങ്ങളോട് പറയുന്നത് ഈ വടകരയിലെ കടൽ ഭിത്തി നമ്മൾ ചെല്ലാനം മോഡൽ ടട്രോപോഡ് ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമാക്കി നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട്, കാരണം ഭരണം ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആക്സസ് ആണ്, അത് ചെയ്യാൻ സാധിക്കും. അതുകൂടി നമ്മൾ ഇനി ചെയ്യാൻ. അപ്പോൾ ഇപ്പം നിലവിൽ അത്രയും സംഗതി നമ്മൾ തീരദേശത്ത് ചെയ്തിട്ടുണ്ട്. തീരദേശത്തുള്ള അഴിയൂർ മേഖലയിലൊക്കെ ഞങ്ങൾ വോട്ട് ചോദിച്ചു പോയപ്പോൾ അവരുടെ ഒരു പ്രധാന ആവശ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വലകളും ഉപകരണങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഷെഡ് വേണം. കാലങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്നതാണ്. എല്ലാം നശിച്ചു പോവുകയാണ്. കാരണം ഈ പിന്നെ ഇവരുടെ ഇത് കഴിയുമ്പോൾ ഈ ട്രോളിങ് സമയത്തൊക്കെ എല്ലാം ഇവർ കയറ്റി വെക്കും. ആ സമയത്താണ് ഈ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നടക്കുക ഈ വലകളുടെ. പക്ഷെ ആ സമയത്ത് ഇവർക്ക് ഇതെല്ലാം നശിച്ചു പോവുകയാണ്. ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷിതത്വമില്ല. ഇതൊന്നും വെക്കാൻ ചെറിയ കുഞ്ഞു കുടിലുകളായിരിക്കും, അതിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാൻ സാധിക്കില്ല, വലിയ വലകളല്ലേ. അപ്പോൾ അതിനൊരു സംവിധാനം ഞങ്ങൾക്ക് വേണം എന്നുള്ളത് വടകരയിലൊക്കെ കുറച്ചുകൂടി ഉണ്ട്, അഴിത്തല ഫിഷ് ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ അതൊന്നുമില്ലായിരുന്നു, അവരുടെ ഒരു ആവശ്യമായിരുന്നു. അത് നമ്മൾ പരിഗണിച്ച് കണ്ടാണ് നമുക്ക് അവിടെ പൂഴിത്തല ഒരു പുതിയ ആശയമായിരുന്നു. പൂഴിത്തലയിൽ ഒരു മത്സ്യ ഷെഡ് 2021 നമ്മളത് ബഡ്ജറ്റിൽ അത് പ്രിഫറൻസ് വെച്ചു. 1.5 കോടി രൂപ ബഡ്ജറ്റ് നമുക്ക് അനുവദിച്ച് കിട്ടി. പക്ഷേ അതിനു വേണ്ടി ഇപ്പം അതിന് പണി നടക്കുകയാണ്. 2021 വെച്ചത് 26 മാർച്ച് ഫെബ്രുവരി മാസമാണ് അതിൻ്റെ പണി തുടങ്ങിയത് കേട്ടോ. 21 മുതൽക്കുള്ള നീണ്ട പ്രോസസ്സാണ് ഒരു പ്രോജക്റ്റ് ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടി. കാരണം അവിടെ ഭൂമിയുടെ ഇഷ്യൂണ്ട്, റവന്യൂ ഭൂമിയാണ്. 25 സെൻറ്റ് സ്ഥലം നമുക്ക് കൈമാറി കിട്ടേണ്ടിയിരുന്നു. റവന്യൂ ഭൂമി ഇതേപോലെ കൈമാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ശ്രമം ഈ റവന്യൂവിലൊക്കെയുള്ള ഒരു വലിയ നീക്കമുണ്ട്. എന്നിട്ടും അതിനിടയ്ക്ക് ഒരു 2 സെൻറ്റിൻ്റെ പ്രശ്നമാണ്. 2 സെൻറ്റ് ഒരു സ്വകാര്യ ഭൂമിയുടേതായിട്ടാണ് രജിസ്റ്ററിലുള്ളത്. അപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടി പത്രപരസ്യം കൊടുത്തു. അത് 6 മാസം കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ മാറിയതിന് ശേഷമാണ് ഇപ്പം കംപ്ലീറ്റ് ആ ഭൂമി കൈമാറി കിട്ടിയത്. പിന്നെ ഈ ഫണ്ട് വെച്ചിട്ടും ഇത് ആര് നടപ്പാക്കും? നമുക്ക്
ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ അവർ കൈമലർത്തി, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ട് തരാൻ സാധിക്കില്ല, എങ്ങനെ തരും എന്നുള്ളത്. ഫിനാൻസ് പോയപ്പോൾ അതല്ല ഫിഷറീസാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് ഈ ഫണ്ട്. അവസാനം ഞങ്ങൾ മിനിസ്റ്ററുടെ PS-ൻ്റെ അടുത്ത് പോയിരുന്ന് ഞങ്ങളിത് പഠിപ്പിച്ചു കൊടുത്തു. ബഡ്ജറ്റ് ഫണ്ട് എന്താണ്, പ്ലാൻ ഫണ്ട് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പോലും സാഹചര്യങ്ങൾ ഇതിനകത്ത് അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു ഫണ്ട് പ്രാപ്തമാക്കാൻ വേണ്ടി, ഫലപ്രാപ്തിയെടുക്കാൻ. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവൻ ഇത് പോയി. അവർ അതിനിടയ്ക്ക് പല ആളുകളും ഇത് നഷ്ടപ്പെട്ടു, ഇതൊന്നും വരില്ല, MLA വെറുതെ പറഞ്ഞതാണ് എന്നുള്ള പ്രചരണം മറുഭാഗത്ത്. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രോസസ്സ് നടത്തി 5 കൊല്ലത്തെ പ്രവർത്തനമാണ്. ഇപ്പം ഈ സമയത്താണ് പണി തുടങ്ങാൻ. നമ്മളതാണ് 2021 കല്ലിട്ട് കഴിഞ്ഞാലും കല്ലിടുന്നിടത്തിലേക്ക് എത്തണമെങ്കിലുള്ള നീണ്ട പ്രോസസ്സുണ്ട്. അതൊരു പക്ഷേ എനിക്ക് എല്ലാവർക്കും അതുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളതായതുകൊണ്ട് ഇങ്ങനെ ദീർഘിപ്പിച്ചതാണോ എന്നുള്ളതും അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പല ഉദ്യോഗസ്ഥന്മാരോടും KK രമ MLA മീറ്റിങ്ങിൽ പങ്കെടുക്കണ്ട എന്നുള്ള ഒരു ഇൻറ്റേർണൽ സംഗതി ഇവിടെ നടന്നത്. അതൊന്നും ആരും അറിയാത്തതാണ്. കഴിഞ്ഞ ദിവസം എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് MLA മാഡത്തിൻ്റെ മീറ്റിംഗ് പങ്കെടുത്തിട്ടാണ് എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. ഞാൻ ആ പേര് പറയുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, അതെനിക്കറിയാം. അപ്പോൾ അത്ര ചില സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരുവിധം ആളുകളൊക്കെ വലിയ സപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്, കാരണം നമ്മളോടുള്ള ഒരു ഇത് കൊണ്ടുണ്ടായിരുന്നു. അത് കുറേയേറെ ഇത്. പക്ഷേ ഒരു ഫണ്ട് കിട്ടാൻ ഇത്രയും പ്രോസസ്സാണ്. അപ്പം തീരദേശത്ത് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞതാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കടൽഭിത്തി, മത്സ്യഷെഡ്, പിന്നെ നമ്മളെ ചോമ്പാൽ ഹാർബറിന് വേണ്ടി നിരന്തരമായിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ സബ്മിഷൻ അവതരിപ്പിച്ചു, നിവേദനങ്ങൾ കൊടുത്തു. ഇവിടുത്തെ ശോചനീയമായ അവസ്ഥയാണ്, അത് മാറ്റിയെടുക്കുക. കാരണം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാർബറാണ് നമ്മുടെ ചോമ്പാൽ ഹാർബർ. പക്ഷേ അതിൽ ഒരുപാട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊടുത്ത നിവേദനങ്ങൾ തന്നെ കെട്ടുണ്ടാവും. നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചാൽ മന്ത്രി കുറേ കണക്ക് നിരത്തി. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടന്നു കഴിഞ്ഞു എന്നാണ് മന്ത്രി തന്ന മറുപടി. അതല്ല എന്ന് മറുപടി പറയുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ എണീറ്റെന്ന് പറയുകയാണ്, ഇല്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫണ്ടും കിട്ടിയില്ല, ഞാൻ പറഞ്ഞിട്ടും ഫണ്ട് തന്നിട്ടില്ല, അവിടെ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ നമ്മുടെ മുന്നിൽ ചെയ്യാൻ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ അതിനൊന്നും ഫണ്ട് അനുവദിച്ചില്ല. മന്ത്രിയുടെ കണക്കിൽ അവിടെയൊക്കെ എല്ലാം ചെയ്തു എന്നതാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഇനിയും തീരദേശ മേഖല അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അടിസ്ഥാന മനുഷ്യരുടെ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ചേച്ചി, എനിക്കിനി ഇതിനകത്ത് 2-3 കാര്യം ചേച്ചി പറഞ്ഞതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വികസനം ചെയ്യാൻ എന്ത് നോക്കണം, ഫണ്ടില്ല. ഫണ്ടിന് വേണ്ടിയിട്ട് മുന്നേ ഉള്ള ബഡ്ജറ്റ് തപ്പി. അതായത് നമ്മുടെ വീട്ടിലൊരു നമുക്കൊരു ക്രൈസിസ് വരുമ്പം നമ്മൾ പണ്ട് എവിടെയോ വെച്ചിരുന്ന കാശുകൾ തപ്പിയെടുക്കുന്ന പോലെ ഇത് ഒരു കൂട്ടി നമ്മളൊരു സാധനം ചെയ്തു വെച്ചു. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ചേച്ചി ആയതുകൊണ്ട് അല്ലെങ്കിൽ KK രമയുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറയുന്നത് പോലും ഇതൊരു തരം, അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ തൊഴിലിടത്ത്, പ്രത്യേകിച്ച് തൊഴിലിടത്ത്, അത് ആരും ആയിക്കോട്ടെ, ചേച്ചിയുടെ തൊഴിലെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീയെ പലപ്പോഴും ആളുകൾ കോർണർ ചെയ്യാറുണ്ട്, പല രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചേച്ചിക്ക് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലാണ്ട് എന്തെങ്കിലും പറയാനുണ്ടാവുമോ? മാത്രമല്ല ഇങ്ങനെയുള്ള ഈ പവർ നമ്മളുടെ മേലെ സ്ഥാപിക്കുന്ന ഒരു പവർ പൊളിറ്റിക്സ്, ഇതിനെ എങ്ങനെ നമുക്ക് തടയിടാം? നമുക്കും അറിയാം ചില സമയം ഇതുകൊണ്ടായിരിക്കാമെന്ന്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂന്ന്. പക്ഷേ എന്തോരെ കരഞ്ഞിട്ട് നമ്മളെ ഇട്ട് കരയിക്കുന്നതല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാവാമോ, സ്ത്രീകളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാകാമോ ഇങ്ങനെ ഒരു മാറ്റി നിർത്തൽ ചേച്ചിയുടെ ഒരു അനുഭവത്തിൽ? അല്ല, അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ നിൽക്കുന്ന ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷാധിപത്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ബോധം മാറിയെടുക്കുന്നത് എളുപ്പമല്ല. അപ്പം അതിൻ്റെ കുറേ ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, എത്ര ഉന്നത തലങ്ങളിൽ ഉള്ള ആളായിട്ടും കാര്യമില്ല. നമ്മൾ പിന്നെ കഴിഞ്ഞ ചീഫ് സെക്രട്ടറി ശാരദാ മാഡത്തിൻ്റെ ഇത് നമ്മൾ അവരെത്ര പൊസിഷനിൽ ഇരുന്നിട്ടും അവരനുഭവിച്ച കുറേ സംഘർഷങ്ങളെ നമ്മൾ കേട്ടതാണ്. അപ്പം അത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട് ഓരോ സ്ത്രീയും. എത്ര പൊതുരംഗത്ത് എത്ര ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാലും അവരെ കോർണർ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവും, അവരത്ര പൊന്തി വരണ്ട എന്ന് വിചാരിക്കുന്നതുണ്ടാവും, അല്ലേ എന്നുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിൽ
വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന മാലിന്യ സംസ്കരണമാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന കൊച്ചിയിലാണ്. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും നമുക്കൊരു രക്ഷയില്ലാത്തതാണ്. അതുപോലെ തന്നെ തോടുകളിലെ, പിന്നെ എനിക്കൊന്ന് ഈ നാട്ടുമ്പുറത്തെ പ്രദേശങ്ങളിലൊന്നും തോടുകളൊന്നും അങ്ങനെ മലിനമാകാം. കാരണം ഞാൻ ഇങ്ങനെ വന്ന വഴിക്ക് ഒരു പുഴ കണ്ടു, നല്ല വൃത്തിയായിട്ട് ആ പുഴ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ അതിന് എങ്ങനെയായിരിക്കുന്നത് ചേച്ചി? അയ്യോ, ഇവിടെ തോടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം. പല തോടുകളും അങ്ങേയറ്റം വൃത്തിഹീനവും മലിനവുമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൻ്റെ ചുറ്റും താമസിക്കുന്ന മനുഷ്യർക്ക് വലിയ കൊതുക് വരും. ഈ മലിനമായ ഈ സ്മെല്ല് വന്നതിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ ഒന്നും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പല തോടുകൾ. ഞാൻ പോയി നോക്കിയ പല തോടിൻ്റെയും ചുറ്റുമുള്ള മനുഷ്യരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അതിനും കൂടി പ്രയോറിറ്റി കൊടുത്തിരുന്നു. എൻ്റെ ബഡ്ജറ്റ് ഫണ്ട് പ്രധാനമായിട്ടും ഈ തരത്തിൽ ഈ തോടുകൾ സംരക്ഷിക്കുന്നതിൻ്റെ മറ്റൊന്ന് ജലസ്രോതസ്സുകളാണ് നാം സംരക്ഷിക്കുന്നത്. അത് നമ്മുടെ കൃഷിക്ക് കൂടി പ്രധാനപ്പെട്ടതാണ്. കാർഷിക വൃത്തിയിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നീരുറവകൾ ഉണ്ടാവണം. അതുകൊണ്ട് അത്തരം ജലാശയങ്ങളാണ് നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടത്. ഞങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് വടകര മണ്ഡലത്തിൽ 14.5 കോടി രൂപയാണ് വിവിധ തോടുകളുടെ കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പം പണി നടക്കുന്നുണ്ട്, പണി പൂർത്തിയായതുണ്ട്. 14.5 കോടി രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. എത്ര തോടുകൾ? അതിൽ OVC തോട് എന്ന് പറയുന്ന വടകര മുനിസിപ്പാലിറ്റിയിലെ ഒരു തോട് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ പണി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ആ കെട്ടി സംരക്ഷിച്ച തോട് വളരെ സുന്ദരമായിട്ട് ഒഴുക്കുണ്ടാകുന്നു, മലിനജലം ഒഴുകി പോകുന്നത് കാണാൻ സാധിക്കും. NC കനാലിൻ്റെ അക്ലോത്ത് നട ഒരു ഭാഗം 2 കോടി രൂപ ചെലവഴിച്ച് അത് പൂർത്തിയാക്കി മനോഹരമായിട്ട് അത് നിൽക്കുകയാണ്. കാപ്പുഴക്കൽ തോട്, കപ്പൊയിൽ പന്തപ്പൊയിൽ തോട്, പെരുമ്പുഴക്കരത്തോട്, കീരിത്തോട്, ആമത്തോട്, ഇങ്ങനെ നിരവധി തോടുകൾ, വ്യത്യസ്തങ്ങളായ പേരുകളില്ല. ഈ തോടുകളിലൊക്കെ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ സംരക്ഷിച്ച് കെട്ടിപ്പോകാൻ ആവശ്യമായ അത് ആ പ്രദേശത്തുകാർക്ക് വലിയ മാറ്റമാണ്. അത് ആ നാടിന് വലിയ മാറ്റം ഉണ്ടാക്കുകയാണ്. ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കുകയാണ്. മഴക്കാലത്ത് വെള്ളം കയറിയാൽ സുരക്ഷിതമായി വീട് ഒഴിഞ്ഞു പോകാതെ അവർക്ക് താമസിക്കാൻ കഴിയുമെന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് വികസനം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഇത്തരം അടിസ്ഥാനപരമായ മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതുപോലത്തെ കനാലുകൾ, ഇവിടെയുള്ള കുറ്റ്യാടി ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള കനാൽ, നമ്മൾ ഏറാമല ഡിസ്ട്രിബ്യൂട്ടർ കനാലിന് 2 കോടി രൂപ വെച്ചു. അവിടെ വർക്ക് നടക്കുക. കനാൽ വന്നു കഴിഞ്ഞാൽ കിണറുകളിൽ വെള്ളം പറ്റില്ല, കൃഷി നടത്താൻ സാധിക്കും, വേനൽക്കാലത്തുള്ള ദുരിതങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ ഈ പ്രദേശത്തുകാർക്ക് അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പണിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പൂർത്തിയാക്കാൻ ഇനി 1-2 വർഷം കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇതിലേക്ക്. അപ്പം ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ തുക നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തിയാക്കാൻ ഇനിയും തോടുകൾക്ക് ഇതുകൊണ്ട് പൂർത്തിയാവില്ല, ഇനിയും വെക്കണം. അത് നമുക്ക് പൂർത്തിയാക്കണം. എങ്കിലേ അത് സുരക്ഷിതമായിട്ട് ഇത്തരം പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ചേച്ചി, അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ചേച്ചി കയറിയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തെ ചേച്ചിക്ക് കിട്ടിയ എന്താ പറയുക ഫണ്ടുകൾ എത്ര? നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര വിനിയോഗിക്കാൻ പറ്റി? ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിവരാവകാശം എടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി ഇത്രയും ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ ഫണ്ട് ഒരു പൈസയും ഇവിടെയൊന്നും ചിലവഴിക്കുന്നില്ല, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ആരോപണങ്ങൾ. ഞാൻ കഴിഞ്ഞ കാലത്തുള്ള ഫണ്ടുകളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതിയായ ജലജീവൻ മിഷൻ്റെതോ അമൃത് ഭാരത് പദ്ധതിയുടെയോ അത്തരം ഫണ്ടുകളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അതൊക്കെ വെച്ചാൽ ഏകദേശം 9,084 കോടി രൂപ വടകര മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പൂർത്തിയായതുമായിട്ടുള്ളതൊക്കെ നമുക്ക് പറയാൻ കഴിയും. വില്യപ്പള്ളി ചേലക്കാട് റോഡിൻ്റേത് ഉൾപ്പെടെ അമൃതിൻ്റേതും അതുപോലെ തന്നെ ജലജീവൻ മിഷൻ്റെയോ അതൊന്നും ഞാൻ കൂട്ടുന്നേയില്ല. അതൊക്കെ സർക്കാർ പദ്ധതികളാണ്. അതിന് പ്രാവർത്തികമാക്കാൻ ഞങ്ങളൊക്കെ ഇടപെട്ട് MLA നിലയ്ക്ക് നല്ല ഇടപെടൽ ഓരോ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ അതല്ലാതെ തനതായി MLA എന്ന നിലയ്ക്ക് ഇടപെട്ടിട്ട് ഏകദേശം 225 കോടി രൂപ വടകര മണ്ഡലത്തിൽ മാത്രം ഇപ്പം ഈ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയുമായിട്ട് ഇപ്പം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും ഭരണാനുമതിയായിട്ട് ടെക്നിക്കൽ ടെൻഡറായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഏകദേശം 225 കോടി, ഏകദേശം അതിലും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഒരു കണക്ക് അത്രയാണ്. അതിൽ തന്നെ മുനിസിപ്പാലിറ്റിയിൽ 137 കോടിയുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് കിട്ടിയിട്ട് 114 മറ്റായിരുന്നു. അപ്പം വിവിധ വർക്കുകൾ വീണ്ടും എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് 137 കോടിയോളം രൂപ അതിനുശേഷം, അന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പം ഭരണാനുമതി കിട്ടിയതും എല്ലാം കൂടെ കൂട്ടി 137 കോടി രൂപ വടകര മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെയുള്ള തോടുകൾ, കടൽ ഭിത്തികൾ, പിന്നെ ടൂറിസത്തിന്റെ പദ്ധതി, ടൂറിസത്തിന്, കളിസ്ഥലത്തിന്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. വടകരയിലെ താഴെയങ്ങാടിയിലെ ഒരു പൈതൃക പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. താഴെയങ്ങാടി അത് 1,43,00,000 കഴിഞ്ഞ 2016 അനുവദിച്ചതായിരുന്നു. 1,43,00,000. പക്ഷേ അത് അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു, അതിന്റെ ബാക്ക് ഫയൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു വർക്കേ ഇവിടെ നടന്നിട്ടില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അതിന്റെ പിറകിൽ പോയപ്പോഴാണ് ആ വർക്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പം അവിടെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല, തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ടെൻഡർ എടുത്ത ആളുകളുടെ ചില പ്രശ്നങ്ങൾ കാരണം അത് പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു, പൂർത്തിയായിട്ടില്ല. പക്ഷേ അത് കിട്ടിയത് നമുക്ക് 1,43,00,000. താഴെയങ്ങാടി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ വളരെ പുരാതനമായ കച്ചവട കേന്ദ്രമാണ്, ആന്റിക്കുകളുടെ സ്ഥലമാണ്. വലിയ കഥ തന്നെയുണ്ട് താഴെയങ്ങാടിക്ക് പറയുന്നത്. വലിയ പള്ളികൾ, മിനാരങ്ങളുള്ള വളരെ മനോഹരമായ വടകരയിലെ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പം നമ്മൾ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,43,00,000 പണി നടക്കുക. അത് നമ്മുടെ പ്രയത്നഫലമായിട്ട് കിട്ടിയ ഫണ്ടാണ്, ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനെ പണി നടക്കുന്നു. അവിടെ പണി പൂർത്തിയായി, കളരി ഉൾപ്പെടെ അവിടെ ഉണ്ട്. അത് നടക്കാത്ത അവർക്ക് ആ ഒരു ആവശ്യം നടപ്പന്തൽ കൂടി വേണമെന്ന് പറഞ്ഞ് 40 ലക്ഷം രൂപ വീണ്ടും ഇപ്പം വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി. സാൻഡ് ബാങ്ക്സിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അവിടെയാണ് അഴിത്തലിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ ഇപ്പം വെച്ചു, അതിന്റെ പ്രവൃത്തി നടക്കുന്നു. ഇതൊക്കെ വടകരയിൽ നടക്കുന്ന പ്രധാന പദ്ധതികളാണ്. ഈ തോടുകൾ ഞാൻ പറഞ്ഞത് കുറേയേറെ തോടുകൾ വടകരയിലുള്ളതാണ്. മറ്റൊന്ന് വടകര താലൂക്ക് ഉണ്ടായിരുന്നു. ആ താലൂക്ക് ഓഫീസ് കഴിഞ്ഞ 2022 കത്തി, മുഴുവൻ ഫയലുകളും കത്തി നശിച്ചു. പക്ഷേ പിന്നീട് അവിടെയുള്ള അതൊക്കെ വാടക കെട്ടിടത്തിലേക്കും, എല്ലാ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ്. റവന്യൂ ടവർ എന്ന് പറയുന്നൊരു വലിയ ആശയമുണ്ടായിരുന്നു. അതിന് പക്ഷേ ഒരു തരത്തിലും സർക്കാർ കിഫ്ബി ഫണ്ട് വെച്ചു എന്ന് നേരത്തെ പറയും, ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഓഫീസുകളൊക്കെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ആ സ്ഥലം മുഴുവൻ റവന്യൂ ടവറിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു 5 വർഷത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനം. അത് ഹൗസിംഗ് ബോർഡാണ് എടുക്കുന്നത്. ഹൗസിംഗ് ബോർഡിൽ പോവുക, കിഫ്ബിയിൽ പോവുക, ഫിനാൻസിൽ പോവുക, ഇതായിരുന്നു കുറേ കാലം നമ്മുടെ പണി. ഇങ്ങനെ പണി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് 25,78,00,000 രൂപയുടെ റവന്യൂ ടവറിൻ്റെ ഭരണാനുമതി നമുക്കത് അതിൽ തറക്കല്ലിട്ടു, പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷം കൊണ്ട്, 18 മാസമാണ് അതിൻ്റെ കാലാവധി. 18 മാസം കൊണ്ട് വടകരയിൽ ഒരു റവന്യൂ ടവർ വരും. നമ്മുടെ ഈ ബിൽഡിങ്ങുകളൊക്കെ അവിടേക്ക് വരും. വടകരയിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരാവശ്യമാണ് മത്സ്യ മാർക്കറ്റ്. മത്സ്യത്തൊഴിലാളികളുടെ കഴിഞ്ഞ 2018 അത് പ്രഖ്യാപിച്ചു, പക്ഷേ വന്നില്ല. 2021 അതിൻ്റെ 15 കോടി 2021 അതിൻ്റെ ഭരണാനുമതിക്ക് വേണ്ടി 13 കോടി പറഞ്ഞു. ആ മത്സ്യ മാർക്കറ്റ് മുഴുവൻ മാറ്റി ആധുനികമായ രീതിയിലേക്കുള്ള മത്സ്യ മാർക്കറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇതിലായി അവിടേക്ക് പിന്നെ ഒരു ഫയലും നീങ്ങിയില്ല. അവിടുന്ന് പിന്നെ അതിൻ്റെ പിറകിൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ കോസ്റ്റെല്ലാം മാറി 13 കോടിയുണ്ട്, അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കിഫ്ബിയിലെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ച് ചേർത്തപ്പോൾ അവർ പറഞ്ഞു 13 കോടി 15 കോടിയാക്കി മാറ്റി. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, അത് ഒരു കരാറുകാരൻ ഏറ്റെടുത്തു. 6 മാസം കൊണ്ട് വടകരയിൽ പുതിയ മത്സ്യ മാർക്കറ്റ് വരും. മത്സ്യ മാർക്കറ്റ് വടകരയിൽ ഏറ്റവും ആധുനിക രീതിയിൽ വടകരയുടെ മുഖച്ഛായ മാറ്റുന്ന കുറേ പദ്ധതികളാണിത്. റവന്യൂ ടവർ, മത്സ്യ മാർക്കറ്റ്, ഇതൊക്കെ വടകരയെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായിട്ട് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഇതിലെല്ലാം മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചേച്ചി, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ചേച്ചി പറഞ്ഞ പോലെ ഒരു ജനപ്രതിനിധികൾക്ക് എന്താ സിമ്പിളായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മേളിലേക്ക് അയക്കുക, മേളിൽ നിന്ന് താഴേക്ക് വരിക, ചേച്ചി പറഞ്ഞ കുറി ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട്. ചേച്ചി, ഇനി അതിലപ്പുറം ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതെല്ലാം കൂട്ടി RMP ഒന്നുകൂടെ ഇതായി ഒരു പുതിയ, ചേച്ചി ഏതോ ഒരു ചാനലിന് കൊടുത്തിരുന്നതിനകത്ത് തീർച്ചയായും ഒരു വലിയ അട്ടിമറി പോലെ, അതായത് അട്ടിമറി ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങളെന്തോ ബിഹൈൻഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോട് കൂടി പുറത്തു വരും എന്നുള്ളൊരു ഇത് ഉണ്ട്. എന്താണ് ചേച്ചി അങ്ങനെ ഒരു ഇത്രയും കോൺഫിഡൻറ്റ്?
അല്ല, തീർച്ചയായിട്ടും അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവും ആ ഒരു ഇതും ഉണ്ടാവേണ്ടത് അനിവാര്യം കൂടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി, ഇപ്പോൾ CPM-നകത്ത് ഞങ്ങളാണ് ആദ്യം പുറത്തു വന്നത് 2008-ൽ. മറ്റേ ഇപ്പോൾ തളിക്കുളത്തൊക്കെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ വന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഉണ്ടാവുകയും അതിനുശേഷം ചന്ദ്രശേഖരൻ്റെ ഇല്ലായ്മ ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പം ഞങ്ങളിവിടെ അനുഭവിച്ച നിരവധി ത്യാഗങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ അനുഭവിച്ച അങ്ങേയറ്റത്തെ ത്യാഗപൂർണമായ സമര ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് 18 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കാരണം ഒരുപാട് ത്യാഗങ്ങൾ അതിന് പിന്നിലുണ്ട്. അപ്പം അവർ കാണിച്ചൊരു ധൈര്യവും പ്രവർത്തകർ കാണിച്ച ഒരു ഇതും തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് ആ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഒക്കെ പുറത്തു വരാൻ ഒരു വിമത ശബ്ദങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഞങ്ങളെ കുലംകുത്തിയാണ് വിശേഷിപ്പിച്ചത്. ഇന്ന് നാട്ടിൽ മുഴുവൻ കുലംകുത്തികളേ ഉള്ളൂ. എത്ര ആളുകളെയാണ് കുലംകുത്തികളെന്ന് പിണറായി വിജയൻ വിളിക്കുക എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലായിടത്തും കുലംകുത്തികൾ കാണുകയാണ്. കാരണം അതൊരു രാഷ്ട്രീയ മാറ്റമാണ്. ആളുകൾക്ക് പറയാൻ എതിരഭിപ്രായം പറയാനും എതിർ രാഷ്ട്രീയം പറയാനുള്ള സ്പേസ് ഉണ്ടാവണം. തീർച്ചയായും അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ധൈര്യസമേതം പുറത്തു വരുന്നത് ആ പാർട്ടി കേന്ദ്രങ്ങളിലാണ്. പയ്യന്നൂര് പാർട്ടി കേന്ദ്രമാണ്. അവിടെ ആ ശബ്ദമുണ്ടായിരുന്നത് ചെറിയ കാര്യമല്ല. ഒരു പാർട്ടിക്കുള്ളിലെ അഴിമതിയാണ് അവർ തുറന്നു കാണിക്കുന്നത്. അത് അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായി പുസ്തകം എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ഇന്നോവ പാഞ്ഞു പോയില്ല എന്ന് നമ്മളിപ്പം വിചാരിക്കുന്നു. കാരണം ചന്ദ്രശേഖരൻ്റെ അനുഭവം ആ പാർട്ടിക്കുള്ളത് കൊണ്ട് ആ പാർട്ടിക്കുണ്ടായ അപജയങ്ങളും ആ പാർട്ടിയുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്നോവകൾ പോകാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജി സുധാകരൻ എന്ന് പറയുന്ന സഖാവ് 6 പതിറ്റാണ്ട് കാലം ഒരു പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും കൊടുത്തതാണ്. അദ്ദേഹം പുറത്തു വരികയാണ്, പാർട്ടിക്കെതിരെ സംസാരിക്കുകയാണ്. മുന്നേ കേൾക്കാത്തതാണ് നമ്മൾ. അപ്പം അത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് അത്തരം ആളുകൾക്കൊക്കെ നിൽക്കാനുള്ള ഒരു ഇടം ഉണ്ടായി തീരേണ്ടത് ഒരു അനിവാര്യമാണ് എന്ന് വരുന്നു. ഒരു പക്ഷേ അതിന് നേതൃത്വം നൽകാൻ സാധിക്കുക RMPക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, RMP ഇപ്പം ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം UDF-ൻ്റെ ഭാഗമായി മത്സരിച്ചു. ഞങ്ങളവിടെ പ്രത്യേക ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് UDF അതിൽ ഏറ്റവും നല്ല ജനാധിപത്യ പാർട്ടിയാണ് UDF എന്ന് ഞാൻ പറയും. കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അവർക്ക് നമുക്ക് പറയാനുള്ളതിനെ പറയുന്നതിന് ഒരിക്കലും എതിർക്കില്ല. ആ ഒരു സ്പേസ് അവരുണ്ട്. ഞങ്ങൾ UDF-ൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. UDF-ൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ മുഴുവൻ സപ്പോർട്ടോടു കൂടിയാണ് നിയമസഭയിൽ നിന്നത്. ഓരോ ഇതും സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്കെടുക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് ഇപ്പം CPM-ൽ CPI-ക്ക് ഒരു സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ ആ പാർട്ടിക്കകത്ത് സാധിക്കുമോ? സാധിക്കില്ല. പക്ഷെ ഇതിനകത്ത് അത് സാധിക്കും. അതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് അതായിരിക്കണം. പറയണല്ലോ, അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. അതിന് ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ഒറ്റ ഉദാഹരണം, നിയമസഭയിൽ ഇത് സ്വകാര്യ സർവകലാശാല ബിൽ, ആ ബില്ല് വന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചു ആ ബില്ലിനെ എതിർക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം വെച്ചാൽ അതിൽ ഞങ്ങൾ നേരത്തെ വളരെ കാലം SFI-യിൽ ഉണ്ടായിരുന്ന സമയത്തെ, ആ പാർട്ടി ഉണ്ടായിരുന്ന സമയത്തെ ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുത്തതാണ്. ഇതിനെ പോളിസിയെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പോളിസി എതിർക്കണം എന്നുള്ളത് ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും പറഞ്ഞു, ഞങ്ങൾ ഇതിനോട് യോജിച്ചു പോകാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഈ തീരുമാനത്തെ ഞങ്ങൾ എതിർക്കും. UDF അനുകൂലിക്കുകയാണ്. അവർക്ക് പ്രശ്നമല്ല, അവർ ആ ബില്ലിനെ എതിർക്കുന്നില്ല. അതിൻ്റെ പോയിന്റുകൾ എതിർത്ത് സംസാരിച്ചെങ്കിൽ ബില്ലിനെ എതിർത്ത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി തീരുമാനം ഇതാണ്, എനിക്കതിനെ എതിർത്ത് സംസാരിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവായാലും ഉപനേതാവായാലും പൂർണ്ണമായിട്ടും സപ്പോർട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറയണം, നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങളൊരു സ്വന്തം പാർട്ടിയാണ് എന്ന് പറയും. ആ സ്പേസ് അവിടെയുണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ട, ആ സ്പേസ് ഉണ്ടാവുക. നമുക്ക് ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയാൻ, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ സ്ത്രീകളുടെ പിന്നോക്കം നിൽക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ ശബ്ദമാകാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനം. അതിന് സാധിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനൊറ്റ ഉദാഹരണമാണ്, നമുക്ക് ഈ വടകരയ്ക്ക് പുറമെ ഇടപെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. MLA എന്ന നിലയ്ക്ക് ഞാൻ ഇടപെട്ടെ. അട്ടപ്പാടിയിൽ നഞ്ചിയമ്മയുടെ ഭൂമി, നമ്മൾ നിലക്കേട്ട പാട്ടുകാരി നഞ്ചിയമ്മയുടെ ഭൂമി, അവിടെ ഞാൻ പോയ ആളാണ്. അവിടെ ഭൂമി അവിടുത്തെ സ്വകാര്യ വ്യക്തികൾ അവർക്ക് വിട്ടു നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നതിൽ അതിനെതിരെ ഫൈറ്റ് നടക്കാൻ നിയമസഭയിൽ ഉൾപ്പെടെ ഞാൻ ആ വിഷയം കൊണ്ടുവന്നു. നഞ്ചിയമ്മയ്ക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടി. അട്ടപ്പാടിയിലെ നിരവധി വിഷയങ്ങൾ നിയമസഭയിൽ സബ്മിഷനായിട്ടും സന്ദർശനികളായിട്ടും കൊണ്ടുവന്നു. അവിടെ പോയിട്ട് ഇടപെട്ടു. പക്ഷേ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായി. അതിനെ കേസ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പ്രത്യേകമായിട്ടൊരു സംഘത്തെ നിയമിച്ചു.
റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണം നടത്തി. ഇതൊക്കെ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ്. അപ്പം നിയമസഭയ്ക്ക് പുറത്ത് ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഇടപെടലിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു ഇടപെടലിന് സുപ്രധാനമായ ഒരു ഇടപെടലായിരുന്നു 2021 നടത്തിയ തിരുവനന്തപുരത്തുള്ള പേരൂർക്കടയിലെ അനുപമയുടെ കുഞ്ഞിൻ്റെ, നമുക്ക് മറന്നുപോയരുത്. ഇതൊക്കെ നമ്മൾ MLA നിലയ്ക്ക് നടത്തിയ ഒരു ഇടപെടലാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയുടെ അടുത്തുനിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ് രക്ഷിതാക്കൾ, തിരിച്ചു കിട്ടുന്നില്ല. അവര് സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒരു അമ്മ നടത്തിയ ആദ്യത്തെ സമരമാണ് പേരൂർക്കടയിലെ അനുപമയും അജിത്തും. ആ സമരത്തിന്റെ കൂടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും നിന്നിട്ടില്ല. ഞങ്ങൾ നിന്നു, അവസാനം വരെ നിന്ന്. അന്ന് ശിശുക്ഷേമ സമിതിയൊക്കെ, ശിശു വികസന സമിതിയൊക്കെ, അവർ പല ഷിജുഖാനൊക്കെ നടത്തിയ കുറേ സംഗതികൾ മറന്നിട്ടില്ല നമ്മുടെ മനസ്സിൽ നിന്നു. പക്ഷെ കോടതിയിൽ വരെ അതെത്തി. കോടതിയിൽ അവസാനം ആ കുഞ്ഞിനെ വിട്ടു നിൽക്കുന്നവരെ അവരുടെ കൂടെ, ആ സമരത്തിൻ്റെ കൂടെ നിന്ന് അവർക്കത് പിന്തുണ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. നിയമസഭയ്ക്കകത്തും വടകരയ്ക്ക് പുറത്തും ഇതുപോലെയുള്ള മനുഷ്യരുടെ ഒരുപാട് വിഷയങ്ങൾ, സ്ത്രീകളുടെ ഒക്കെ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ അതൊക്കെ ഒരു ജനപ്രതിനിധി സാധിക്കുന്ന. ചേച്ചി പല സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും പല വിഷയങ്ങളിലും ചേച്ചി പോകുന്നതും സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്റെ ഒരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ ചേച്ചി അത് മറുപടി പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. കാരണം നിലമ്പൂരിലെ ബിന്ദു നടത്തുന്ന സമരം, ആ സമരം അവർക്കൊക്കെ ഇപ്പോഴും സർക്കാർ പറഞ്ഞ ഭൂമി പോലും അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ പലയിടത്തും നടക്കുകയാണ്. പല കുത്തക കമ്പനികളും ഭൂമി മുഴുവൻ ഇവരുടെ ഇത് മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുക്കണ്ടേ? കാലാവധി കഴിഞ്ഞാൽ അത് ഇവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊന്നും നൽകുന്നില്ല. അതിലൊക്കെ ഇടപെടാൻ സാധിച്ചത് ഒരു ജനപ്രതിനിധി നൽകി ഇടപെടാനും ഇതൊക്കെ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു കാര്യം. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ ചോദ്യങ്ങൾ വടകരയുടെ പ്രധാന വിഷയങ്ങളും ഈ സംസ്ഥാനത്തിലെ ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ ഉൾപ്പെടെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ. കാരണം നമുക്കൊക്കെ ഇത് കിട്ടുക വളരെ കുറവാണ്. പക്ഷേ കിട്ടുന്ന സമയം നമ്മൾ ഇങ്ങനെ കൈവർത്തിക്കൊണ്ടേയിരിക്കും. ഒരു ചോദ്യം എല്ലാം ഏത് സമയം നമുക്ക് നിയമസഭയിൽ കിട്ടുന്നോ അതെല്ലാം ചോദ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സമയത്ത് അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അടിയന്തര പ്രമേയങ്ങൾ, എല്ലാ അടിയന്തര പ്രമേയങ്ങളും, ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയങ്ങളൊക്കെ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയം വന്നാലും സംസാരിക്കാൻ വേണ്ടി നിയമസഭയിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ്. അവരോടുള്ള ഒരു കടമ ഞാൻ നിറവേറ്റി. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു പകുതിയെങ്കിലും നിറവേറ്റാൻ കഴിഞ്ഞാൽ സാധ്യത ബാക്കി ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഈ വടകരയിലെ ജനം അത് വിലയിരുത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഉണ്ടെങ്കിൽ ആ അംഗീകാരം അവർ ഇവിടുന്ന് തരും. ചേച്ചി അംഗീകാരങ്ങളെല്ലാം ഓട്ടായിട്ട് ചേച്ചിക്ക് വരട്ടെ. തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.